ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും വർധനവിനും അത് കാരണമായി തീരുന്നുവെന്ന് കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ആ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീക വളർച്ചയ്ക്കും ഉത്തേജനത്തിനും കാരണമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ സന്തോഷമായിരിക്കുന്നല്ലോ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തില് എനിക്ക് തോന്നുന്നൊരു പാസ്റ്റർ മകനായിട്ട് ജനിച്ച് വളർന്നല്ലേ? അതെ. അപ്പൊ പാഴ്സനേജിൻ്റെതായ കുറെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ദൈവദാസന്മാർ അനുഭവിക്കുന്നതായ കഷ്ടങ്ങള് പലപ്പോഴും ദൈവദാസന്മാരുടെ കഷ്ടങ്ങൾ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്തതാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ഭാരങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങളൊക്കെ മനുഷ്യന് പലപ്പോഴും ദൈവത്തിൻ്റെ ദാസന്മാരെ ഏറ്റവും വില കുറഞ്ഞ അനുഭവങ്ങളിലൊക്കെയാണ് കാണുന്നത്. എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ മുൻപിൽ അവർ വിലയേറിയൊരു മാന്യരുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ മകൻ പിന്നെയും കർത്താവിൻ്റെ വേല തിരഞ്ഞെടുത്തു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ ദൈവദാസനെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ, ഞങ്ങളുടെ സാന്നിധ്യം, ഞങ്ങളുടെ ദയ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് നടത്തിയ വിധങ്ങള് അങ്ങേ രുചിച്ചെറിഞ്ഞതായ വിധങ്ങളൊക്കെ സംസാരിപ്പാന് നിങ്ങളുടെ പ്രത്യനെ ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തണേ. പരിശുദ്ധാത്മാവ് നാവോടും വായോടും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾക്കുന്നവർക്ക് വലിയ അനുഗ്രഹമായി ആശ്വാസമായി മാറുവാന് കർത്താവ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് പരിചയപ്പെടുത്തിയാട്ട്. കർത്താവിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ജോയ്സ് ടി വിയിൽ ഇങ്ങനെ ഒരു അഭിമുഖത്തിന് വഴിയായി തീർന്ന കർത്താദാസൻ സൗണ്ട് കുറവാണ്. അടുത്തിരുന്നാട്ട്. ഓക്കെ, കർത്താവിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ജോയ്സ് ടി വിയുടെ പിന്നണി പ്രവർത്തകർ, ഒപ്പം എന്നെ ഈ വേദിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താദാസ കൊച്ചുമോൻ അന്തരീത്ത്, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എല്ലാവർക്കും സുവേശ്വരൻ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എൻ്റെ പേര് സാംകുട്ടി ജോൺ. ഞാനിപ്പോൾ താമസിക്കുന്നത് മല്ലപ്പള്ളിയിലാണ്. കർത്താവിന്റെ കൃപയിൽ ഒരു പാസ്റ്റർ മകനായിട്ട് ജനിച്ച് വളർത്തപ്പെടാനുള്ള ഭാഗ്യം കർത്താവ് തന്നു. എൻ്റെ പ്രിയായ കർത്താവിന്റെ വേലയിലേക്ക് വരുവാനുള്ള ഭാഗ്യം കൂടി കർത്താവ് എനിക്ക് തന്നു. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ ദൈവം നടത്തി. അതൊക്കെ ഈ ജോയ്സ് ടി വിയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, കർത്താവിന്റെ ദാസനെ, ദേവദാസന്റെ എല്ലാ അനുഭവങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം. അതിനുള്ള അവസരങ്ങളുണ്ട്. കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ കർത്താവ് ദാസൻ തരികയാണ്. ഓക്കെ. പ്രൈസ് ലോർഡ്. ദേവദാസന് ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ ഷെയർ ചെയ്യാനുള്ള സമയമാണ്. കർത്താവിന്റെ ദാസനെല്ലാം ഷെയർ ചെയ്യാം. കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ പറഞ്ഞതുപോലെ ഒരു പാസ്റ്റർ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെടാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. എൻ്റെ ഫാദറിന്റെ വീട് കോട്ടയം തോട്ടയ്ക്കാടാണ്, മമ്മിയുടെ വീട് പാലക്കാടാണ്. ഈ രണ്ട് സ്ഥലങ്ങൾ വളരെ ദൂരമുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ആദ്യമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ അതിനു മുമ്പ് താൻ ദൈവത്തെ അറിയാതെ മദ്യപാനിയായി നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഒരു തലവേദനയായിരുന്നു കാലമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തെ അറിഞ്ഞ് ഒരു ദൈവത്തിലായി തീർന്നു കഴിഞ്ഞപ്പോൾ ഭവനത്തിലുള്ളവരും പ്രത്യേകിച്ച് പിതാവിന്റെ ഫാദറും എല്ലാം വളരെ പ്രതികൂലമായി. കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് സ്വന്തം നാട്ടിൽ, പപ്പയുടെ നാട്ടിൽ താമസിക്കവേ ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയേണ്ടി വന്നു. കാരണം പെന്തക്കോസ്റ്റിൽ പോയവരാരും ഇവിടെ താമസിക്കേണ്ട എന്നുള്ള ഒരു കർശനമായ വാണിംഗ് ആണ് ഗ്രാൻഡ് ഫാദറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്.
എന്നാൽ ആ എതിർപ്പുകളെയൊക്കെ ഗണിച്ചുകൊണ്ട് ഏകദേശം ഒരു 7 വർഷത്തോളം ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ പാർത്തു. പക്ഷേ അത് എൻ്റെ ചെറിയ കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് 5 വയസ്സുള്ള സമയമാണ്. 1ാം ക്ലാസ്സിൽ ഒരു ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോൾ പപ്പ ഞങ്ങളോട് പറയേണ്ടത് നമുക്ക് ഇവിടുന്ന് പോകാം എന്നുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഒരുപാട് ആ കാലഘട്ടങ്ങളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 81, 82 ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് പപ്പ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നത്. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലുള്ള കൈത്താങ്ങലുകളോ ഒന്നും ഉണ്ടായിരുന്ന ഒരു കാലമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും പപ്പ എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് പോയി കഴിഞ്ഞാൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആഹാരം കഴിക്കുന്നത്. അത്രയും ദിവസം ഞങ്ങൾ ആഹാരമില്ലാതെ പട്ടിണിയായിരിക്കും. അപ്പോൾ പട്ടിണി ഒരു വശത്തുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് മമ്മിയും പപ്പ രക്ഷിക്കപ്പെട്ടിട്ട് ഒത്തിരി നാളെ കഴിഞ്ഞിട്ടാണ് മമ്മി രക്ഷിക്കപ്പെടുന്നത്. മമ്മിക്ക് സത്യത്തിൽ ഈ പട്ടിണി അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിന്ന പരിഹാസം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, പട്ടിണിയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചോളാം, നമുക്ക് എവിടെയെങ്കിലും മാറാം. അങ്ങനെ ഒരു ദിവസം പെന്തക്കോസിൽ പോയവരൊന്നും ഇവിടെ താമസിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നു. അങ്ങനെ ഒരു അവധി പറഞ്ഞ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒന്നാം ക്ലാസ് ഞാൻ ഓണപ്പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ വീട് ഷിഫ്റ്റ് ചെയ്യാണ്. വീട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് ഒരു ബസ്സിലാണ്. കോട്ടയത്തു നിന്ന് ഞങ്ങൾ പുനലൂരേക്കാണ് യാത്ര ചെയ്യാറുള്ളത്. ഒരു ബസ്സിൽ ഞങ്ങളുടെ വീട് ട്രാൻസ്ഫർ ആകുകയാണ്, ഞങ്ങളുടെ വീട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ പുനലൂര് പോയി. ഏകദേശം 6 മാസം കൊണ്ട് 3 വീടുകളിൽ ഞങ്ങൾ അവിടെ താമസിച്ചു. എനിക്ക് മൂത്തത് 3 സഹോദരന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഒരു അനുജനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 കുഞ്ഞുങ്ങളും പപ്പയും മമ്മിയും അടങ്ങുന്ന ഒരു കുടുംബം ഞങ്ങളെ വീട് മാറുന്നത് മനസ്സിലായി. അങ്ങനെ ഏകദേശം 1ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരികെ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഞങ്ങൾ ഇങ്ങനെ വാടകയ്ക്ക് മാറി 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 ഏകദേശം 17 വീടുകൾ വാടകയ്ക്ക് മാറി ഞങ്ങൾ താമസിച്ചു. ഇതിനിടയ്ക്ക് എനിക്ക് ഇളയ 3 സഹോദരന്മാരും ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ മൊത്തം 8 മക്കളായിരുന്നു. അതിലെൻ്റെ അനുജൻ സോണി, അവനൊരു 5 വയസ്സാകുന്നതിന് മുമ്പ് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ഇളയത് 3 പെങ്ങന്മാരാണ്. അങ്ങനെ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ പാർത്തുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ പബ്ലിക് ചർച്ചിന് മിനിസ്ട്രി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു പൊതു ശുശ്രൂഷയ്ക്കായിട്ടുള്ള നിയോഗം കർത്താവ് നൽകിയതുകൊണ്ട് ചർച്ചിന്റെ മിനിസ്ട്രിയൊക്കെ വിട്ടിട്ട് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ ശക്തമായൊരു ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഉപയോഗിച്ചു. ശക്തമായ ഒരു പ്രവാചകനും കൂടിയായിരുന്നു. എന്നാൽ പപ്പയുടെ ശുശ്രൂഷകൾ ഒക്കെ കണ്ടിട്ട് സത്യത്തിൽ ഞാനും സുവിശേഷ വേലയോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മേഖലയിലേക്ക് മാറി. കാരണം ഞാൻ കണ്ട പാസ്റ്റർമാരെല്ലാം അവരൊക്കെ കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങി തിരിച്ചു. പെട്ടെന്ന് തന്നെ അവരുടെ എല്ലാ അനുഭവങ്ങൾക്കും മാറ്റമുണ്ടാകുന്നു, വീട് വാങ്ങുന്നു, കാർ വാങ്ങുന്നു, വളരെ നല്ല രീതിയിലൊക്കെ പോകുന്നു. പക്ഷെ എൻ്റെ പപ്പ മാത്രം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഉപദേശം പറയുന്നത് കൊണ്ട് മിക്കവാറും പലയിടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് കടന്നു പോയിട്ട് വെറുകയോടെ വരുന്നതും നടന്ന് വീട്ടിൽ വരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുവിശേഷ വേല എന്ന് പറയുന്നത് എനിക്ക് ചെറുപ്പകാലം മുതലേ ഒട്ടും താല്പര്യമില്ലാത്ത ഒന്നായി മാറി. കാരണം ജീവിതത്തിൽ ഏറ്റതായ കൈപ്പേറിയ അനുഭവങ്ങൾ, ഒപ്പം അതോടുകൂടെ ഈ പപ്പായുടെ ശുശ്രൂഷ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി വിരക്തിയ ശുശ്രൂഷയോട് തോന്നി. അതിനേക്കാൾ ഉപരിയായിട്ട് പപ്പയുടെ വീട്ടുകാരുമായിട്ട് സഹകരണമില്ല. മമ്മിയുടെ വീട് ഇത്രയും ദൂരെയാണ്, ആരും അങ്ങോട്ടും സഹകരണമില്ല. മമ്മിയുടെ വീട്ടിൽ നിന്നും ആരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ പപ്പയ്ക്ക് ഞങ്ങളെ കുറിച്ച് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കർത്താവിന് വേല ചെയ്യണമെന്നും ഒക്കെ. പക്ഷെ ഞങ്ങൾ അനുഭവിച്ച അനുഭവങ്ങൾ, ഞങ്ങൾ കടന്നുപോയ വേദനകൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഈ 6-7 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം പുലരണമെങ്കിൽ തന്നെ എന്തുമാത്രം വരുമാനം ഉണ്ടാവണം. പക്ഷെ വളരെ ഞെരുങ്ങിയും ഒക്കെയാണ് ഞങ്ങളൊക്കെ പഠിച്ചതും ഒക്കെ. പക്ഷേ ഇടയ്ക്കൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും അപ്പ ചോദിച്ചു, എന്താണ് ദേവദാസിനെ പ്രത്യേകമാകുന്ന ഓർമ്മകൾ വല്ലതും ഉണ്ടോ കുട്ടിക്കാലത്ത്? അതാണ് പറയാൻ വരുന്നത്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ പപ്പം എന്നെ വിളിച്ച് ചോദിക്കുന്നത്, എന്താണ് പ്ലാൻ അടുത്തത്? ഞാൻ പറയും പഠിക്കണം. അപ്പൊ എന്റെ ഒരു ഉദ്ദേശം പഠിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങണം എന്നുള്ളതാണ്, കർത്താവിന്റെ വേല എന്നുള്ളതല്ല. കാരണം ജീവിതത്തിൽ കണ്ടതായ അനുഭവങ്ങളും കേട്ടതായതൊക്കെ നമുക്ക് സുവിശേഷ വേല ഒരിക്കലും ചെയ്യണ്ട എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി ആയപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താണ് പ്ലാൻ? ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു ഒക്കോ പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിക്ക് ചേർന്ന് 2ാം വർഷം ആയ സമയത്ത് പപ്പയ്ക്ക് ശാരീരികമായ ഒരു അല്പമായ ക്ലേശങ്ങൾ ഉണ്ടായി തുടങ്ങി. പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ വരുമ്പോൾ ഞങ്ങളൊരു കുന്നിന്റെ മുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ പലയിടങ്ങളിൽ നിന്നിട്ടാവും വരുന്നത്. അപ്പം എന്തോ ശാരീരികമായ ക്ലേശമുള്ളതുപോലെ തോന്നി.
ഞങ്ങളെ ചെറുപ്പം മുതലേ പപ്പയ്ക്ക് ഞങ്ങളെ മ്യൂസിക് ഫീൽഡിലൊക്കെ കൊണ്ടുവരണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാടാനൊക്കെ പോകുമായിരുന്നു കൺവെൻഷനൊക്കെ. ഞാനും എൻ്റെ സിസ്റ്റേഴ്സ് ഒരാൾ ഗിറ്റാർ വായിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, ഞാൻ കീബോർഡ് വായിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുങ്കപ്പാറ IPC ചർച്ചിൽ ഒരു കൺവെൻഷന് പോയ സമയത്ത് അവിടെ പപ്പയും ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പ അവിടെ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് അവർ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് പറയാനിടയായത്. അങ്ങനെ ഞങ്ങൾ 2 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ കൺവെൻഷനെ കീബോർഡും വായിക്കാതെ പാട്ട് പാടാതെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോകുന്നു. അതിനുശേഷമായിട്ടാണ് ഡോക്ടർ എടുത്ത് കൊണ്ടുപോകുന്നത്. ഡോക്ടർ പറയുന്നു വാൽവുലാർ ഹാർട്ട് ഡിസീസ് ആണ്, അതായത് വാൽവ് ചുരുങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രോഗമുള്ളതായിട്ട് ഡോക്ടർ പറഞ്ഞു. സെക്കൻഡ് ടൈം ഞങ്ങൾ മാലത്ത് ഒരു കൺവെൻഷന് പോകുന്ന സമയത്ത് പപ്പയ്ക്ക് ഇതുപോലെ ഉണ്ടായി. അതിനുശേഷമായിട്ട് എക്സാം ഒന്നും എഴുതിയില്ല. അങ്ങനെ ഞാൻ എക്സാം എഴുതാതെ ആ വർഷം അങ്ങനെ മുന്നോട്ട് പോയി. തേർഡ് ഇയർ ആയപ്പോഴേക്കും എൻ്റെ ക്ലാസ്സുകളൊക്കെ നിർത്തേണ്ട ഒരു സാഹചര്യം എത്തി. കാരണം പപ്പയ്ക്ക് വയ്യ, പിന്നെ ഇത്രയും വലിയൊരു കുടുംബം കഴിയണം, വാടക കൊടുക്കണം, ഇത്രയും പേരുടെ കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് ഞാൻ തേർഡ് ഇയർ ആയപ്പോഴേക്കും എൻ്റെ കോളേജിലെ പ്രൊഫസറുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തോട് ഞാൻ ഫ്രാൻസ് സാറിന് പറഞ്ഞു, സാറേ എനിക്ക് എൻ്റെ സാഹചര്യം എങ്ങനെയാണ്, എനിക്ക് അറ്റൻഡൻസ് ഇല്ലാതെ എക്സാം എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോയി. പിന്നീട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എങ്ങനെയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിന് വിട്ടു. പക്ഷേ തേർഡ് ഇയർ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പപ്പയ്ക്ക് ശാരീരികമായ ക്ലേശമുണ്ട്. അങ്ങനെ ഇരിക്കവേ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ ഒരിക്കൽ ട്രിവാൻഡ്രത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 3 days മീറ്റിംഗ് ആയിരുന്നു. അത് പപ്പയുടെ ശിഷ്യനായിരുന്ന ഒരു ബേബി തോമസ് എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹം പുനലൂർ സ്വദേശി. അദ്ദേഹം മുഖാന്തരമാണ് ഞങ്ങൾ പുനലൂരിലേക്ക് പോകുന്നത്. അങ്ങനെ അദ്ദേഹം അന്ന് ട്രിവാൻഡ്രത്ത് കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത്, നെടുമങ്ങാടിനടുത്ത് കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കുക. അപ്പം ഡിസംബർ 28 മുതൽ 30 വരെ 3 ദിവസം, 28 3 ദിവസം ഉപവാസ പ്രാർത്ഥനയും 31-ാം തീയതി ഫാസ്റ്റിംഗ് പ്രെയർ തീരുകയാണ്. ഞായറാഴ്ച സൺഡേ സർവീസ് കഴിഞ്ഞ് അന്നത്തെ രാത്രിയിലെ ഇയറിംഗ് സർവീസ് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞാണ് പപ്പയെ വിളിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞാനൊരു പാസ്റ്റാണ്, എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ട്രിവാൻഡ്രത്തേക്ക് യാത്രയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു ജീവിതത്തിൽ ഒരു അസാധാരണമായ ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. അതായത് നവംബർ 30, ഡിസംബർ 1, 2 തീയതികളിൽ ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്റർ താമസിക്കുന്ന ഭവനത്തിൽ ഒരു വീട്ടിൽ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. അന്നത്തെ ദിവസം 2ാമത്തെ ദിവസം എൻ്റെ 2 സിസ്റ്റേഴ്സ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അവർ 2 പേരും ഉണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ ആ ഫാസ്റ്റിംഗ് പ്രയറിന്റെ സെക്കൻഡ് ഡേയിൽ രാത്രിയിൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു ഞാനൊരു വെളിപ്പാട് കാണുകയാണ്. അതിങ്ങനെയാ ഒരു മല അതിൽ നിന്ന് എന്തോ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് എല്ലാവരോടും പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പകർച്ച ദൈവം നമ്മുടെ മധ്യേ പകരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വന്നവരാരും പോയില്ല, എല്ലാവരും അവിടെ ഇരിക്കുകയാണ്, എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ ഇരുന്നവർ ആത്മാവിലായി, എല്ലാവരും ആത്മാവിലാകുന്ന സമയത്ത് ആരോ എൻ്റെ പുറത്ത് കൈവച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ സിസ്റ്റേഴ്സ് എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇരുന്നിടത്തല്ല, ഞാൻ വേറെടുത്ത് നിൽക്കുന്നത്. അപ്പൊ അന്ന് മുതൽ എന്നോട് ആരോ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ടോ, ഇതാ എന്നോട് ചോദിക്കുന്നത്. അപ്പൊ എന്നോട് ഇങ്ങനെ ഞാൻ നടക്കുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ആരോ എന്നോട് ഇങ്ങനെ പറയുന്ന പോലെ എനിക്കറിയാം. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ദൈവാത്മാവിനോട് പറയാം, ഈ അഭിഷേകത്തിന്റെ ശക്തി നിന്നെ ഒറ്റയ്ക്ക് നിർത്താൻ കഴിയുന്നതാണ്. ദൈവം വചനത്തിലൂടെയാണ് എന്നോട് സംസാരിക്കുന്നത്. നമുക്കറിയാം പഴയ നിയമത്തിലെ ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവിനെ ചുഴലിക്കാറ്റ് ദൈവം എടുത്തു കഴിഞ്ഞപ്പോൾ എലീശ തനിയായി. താന് മടങ്ങി വരുമ്പോൾ യോദ്ധാൻ തനിക്ക് മുമ്പിലുണ്ട്. ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് ഏലീശ വെള്ളത്തെ അടിച്ചിട്ട് ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ വെള്ളം 2ആയി പിരിഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു നിന്നെ ഒറ്റയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു അഭിഷേകം ഞാൻ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. അതിനുശേഷമായിട്ട് ദൈവത്തിന് ആത്മാവ് പറഞ്ഞു ഈ അഭിഷേകത്തിന്റെ ശക്തി നിന്നെ ധൈര്യപ്പെടുത്തുന്നതാണ്. അതായത് ദാവീദ് ബാലനായിരുന്ന ദാവീദ് അപ്പന്റെ ആടുകളെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു കരടി വന്നു, ഒരു സിംഹം വന്നു, അവൻ അതിനെ വലിച്ചു കീറിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത് നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ ശക്തി നിന്നെ ധൈര്യപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ. ഞാൻ അതൊരു മെസ്സേജ് പോലൊക്കെ ആക്കി. പപ്പ മീറ്റിങ്ങിന് പോകുന്ന ദിവസം 2000 ഡിസംബർ 28-ാം തീയതി രാവിലെ എഴുന്നിട്ട് ഞാൻ ഇതൊരു പ്രസംഗക്കുറിപ്പ് പോലെയൊക്കെ ആക്കി അതിനൊരു ടൈറ്റിലൊക്കെ കൊടുത്തു. ആക്ച്വലി സുവിശേഷകരോടും പ്രസംഗത്തോടും വലിയ താല്പര്യമില്ലെങ്കിലും ഇത് എന്നോട് പേഴ്സണലി ഇടപെട്ട മെസ്സേജ് ആയതുകൊണ്ട് ഞാൻ അതൊരു ടൈറ്റിലാക്കി
അഭിഷേകത്തിന്റെ ശക്തി എന്നൊക്കെ പറഞ്ഞ് എഫേസ്യർ 3:20 അതിന്റെ കുറുവാക്യമായിട്ട് ഞാൻ അത് ഒറ്റയ്ക്ക് നിർത്തും, അതുപോലെ തന്നെ ധൈര്യപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മെസ്സേജുകളൊക്കെ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ആ 28-ാം തീയതി പപ്പ ട്രിവാൻഡ്രത്തേക്ക് ശുശ്രൂഷയ്ക്ക് പോകുന്നു. പോയിട്ട് ഡിസംബർ 31 ഒരു സൺഡേ ആയിരുന്നു, 2000 ഡിസംബർ 31. സൺഡേയിലെ ആരാധന കഴിഞ്ഞപ്പോൾ ബേബ്ജാനോട് പറയാ, തന്റെ ശിഷ്യനാണ്, അദ്ദേഹത്തെ പപ്പ ശുശ്രൂഷയിലേക്ക് നയിച്ചൊരു ദേവദാസനാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ബേബ്ജാൻ ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പൊ പറഞ്ഞു, ഫസ്റ്റ് ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഇയർ എൻഡിങ് സർവീസ് കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ. അപ്പൊ പപ്പ പറഞ്ഞു, ഇല്ല എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. ആ സമയങ്ങളിൽ ഞങ്ങൾ താമസിക്കുന്ന വീടും ഞങ്ങളുടെ ചർച്ചുമായിട്ട്, ഞങ്ങൾ അന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചർച്ചുമായിട്ട് നല്ല ദൂരമുണ്ട്. രാവിലെ ഞാനും മമ്മിയും സിസ്റ്റേഴ്സും എല്ലാം കൂടെ ചർച്ചിലേക്ക് പോവുകയാണ്. അപ്പൊ ചർച്ചിലേക്ക് പോകുമ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി തിരിച്ചിനി വരണ്ടല്ലോ, മീറ്റിംഗ് വൈകിട്ടത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വന്നാൽ മതി, നാളെ വന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ചർച്ചയിലേക്ക് പോകുന്നു. ഉച്ചയായപ്പോൾ ആരാധന കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഇങ്ങനെ ആരോ പറയും, വീട്ടിൽ പോകണം, തിരിച്ച് വീട്ടിൽ പോകണം. അപ്പൊ ഞാന് മമ്മിയോട് പറഞ്ഞു, മമ്മി വീട്ടിൽ പൊക്കോ, ഞാനും സിസ്റ്റേഴ്സ് ഇവിടെ നിൽക്കാം, മമ്മി വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ അല്ലേ പറഞ്ഞ രാവിലെ പോകണ്ടാന്ന്, പിന്നെ എന്തിനാ പോകുന്നത്? അന്നത്തെ കാലത്ത് നമ്മൾ ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലല്ലോ, ആകെപ്പാടെ ലാൻഡ് ഫോണുകളാണുള്ളത്. തൊട്ടടുത്ത വീട്ടിൽ ഞങ്ങൾക്ക് ഫോൺ വരുന്നത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ. അപ്പൊ മമ്മി വീട്ടിൽ ചെന്ന് ഒരു 4 മണി ആയപ്പോഴേക്കും ഒരു കോള് വരികയാണ്, പപ്പയുടെ ആണ്, ഞാൻ വീട്ടിലോട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മമ്മി പറഞ്ഞു, ഞാനും മക്കളിൽ ഒരാളും ഉണ്ട് വീട്ടില്, ബാക്കിയുള്ളവരെല്ലാം ചർച്ചിലാണ് പറഞ്ഞത്. അതുകൊണ്ട് പപ്പ വരും എന്നുള്ള പ്രതീക്ഷ മമ്മി വീട്ടിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പം ട്രിവാൻഡ്രത്തുനിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഏകദേശം 4-5 മണിക്കൂറോളം യാത്ര ചെയ്യണം. അപ്പം മമ്മി വീട്ടിലുണ്ട്. ആ സമയത്ത് ഒരു 5 മണി കഴിഞ്ഞപ്പോൾ അടുത്തൊരു കോള് വരുന്നു, പപ്പയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോ പെട്ടെന്ന് തന്നെ മമ്മി ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ചർച്ചിലേക്ക് വരികയാണ്. അങ്ങനെ ചർച്ചിലേക്ക് വരുമ്പോൾ എന്നെ ചർച്ചിൽ നിന്ന് പാസ്റ്റർ വൈകിട്ടത്തെ കർത്തൃമേശയ്ക്കുള്ള ബ്രെഡും മുന്തിരിയൊക്കെ വാങ്ങിക്കാനായിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുക. അപ്പൊ ഞാൻ ബ്രെഡും മുന്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരികെ വരുമ്പോൾ വഴിയിൽ എൻ്റെ സിസ്റ്റേഴ്സും മമ്മി എല്ലാം കൂടെ വെയിറ്റ് ചെയ്യുക എനിക്ക് വേണ്ടിയിട്ട്. സന്ധ്യയായി, ഒരു 6 മണി കഴിഞ്ഞാണ്, 6 മണി 7 മണിയായി കാണും. അപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നത്, എന്ത് ഇവിടെ നിൽക്കുന്നത്, വൈകുന്നേരം ഈ വഴിയിൽ നിൽക്കുന്നത്? അപ്പൊ പറഞ്ഞു, പപ്പയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു, എത്രയും വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു നമ്പർ തന്നു. വിക്ടർ എന്ന് പറയുന്ന പാസ്റ്റർ നമ്പറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തരിക. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു STD ബൂത്തിൽ കയറി അവരെ വിളിക്കുന്നു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ സീരിയസ് ആയിരുന്നു, ഇപ്പം കുഴപ്പമില്ല, 1-ാം വാർഡിലാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ തിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി എല്ലാം കൂടെ ഞാൻ വീട്ടിലേക്ക് വിട്ടു. ഏകദേശം രാത്രി 8:30 ആയപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ബസ് കയറുകയാണ്. ട്രിവാൻഡ്രം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് അറിയില്ല. കാരണം ആ പ്രായത്തിൽ നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. ട്രിവാൻഡ്രം എവിടെയാണ് മെഡിക്കൽ കോളേജ് എന്ന് എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ ബസ്സിൽ കയറിയിരുന്നു, പോകുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറിയിരുന്നു. ഈ ബ്രെഡും മുന്തിരിയും വാങ്ങിയിട്ട് ബാക്കി 50 രൂപയും, എൻ്റെ ചർച്ചിലെ ഒരു അച്ഛൻ എനിക്ക് തന്ന ഒരു 50 രൂപയും, പിന്നെ എൻ്റെ ചേച്ചി എനിക്ക് തന്ന ഒരു 20 രൂപ, അങ്ങനെ ആകെ 120 രൂപയായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ബസ് കയറിയാണ്. 46 രൂപ 50 പൈസ കൊടുത്ത് ഫാസ്റ്റ് ഞാൻ ടിക്കറ്റ് എടുത്തു. അവിടെ ചെന്നിട്ട് എവിടെ ഇറങ്ങണം, എങ്ങനെ പോകണം ഒന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ സഹയാത്രിയോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകാനാണ്, എവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേശവദാസുപുരത്ത് ഇറങ്ങിയാൽ മതി, ഈ ബസ് അവിടെ ചെല്ലുമ്പോൾ ഒരു 12:45 1 മണിയൊക്കെ ആകും പോലെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കണ്ടക്ടറോട് പറഞ്ഞ് കേശവദാസുപുരത്ത് ഇറങ്ങി. കേശവദാസുപുരത്ത് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മെയിൻ ഗേറ്റിന്റെ അവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ട് ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എവിടെ പോവാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പയ്ക്ക് സുഖമില്ലാതെ ഇവിടെ വെച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഞാൻ അറിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ പുറത്തുനിന്ന് 2 പേര് കാപ്പിയുമായിട്ട് വരുമ്പോൾ അവരോട് പറഞ്ഞു, ഈ പയ്യനെ 1-ാം വാർഡ് കാണിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കഴിച്ചു വിട്ടു. ഞാൻ അവരോടൊപ്പം 1-ാം വാർഡിൽ ചെല്ലുന്നു. അപ്പോൾ 1-ാം വാർഡ് ഏകദേശം 1 മണിയായി രാത്രി. അപ്പം 1-ാം വാർഡില് 3 റോയുണ്ട്. 3 റോയിലൂടെ ഞാൻ എൻ്റെ പപ്പയെ പരതി നടക്കുകയാണ്. പക്ഷെ കാണുന്നില്ല. ഒന്നുകൂടെ പെട്ടെന്ന് നോക്കിയത് കൊണ്ട് കാണാതായതാന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പപ്പയുടെ സ്നേഹിതനായ ബേബി തോമസ് ഫാസ്റ്റ് ഓടി വരികയാണ്. ഓടി വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, സാമല്ലേ ചങ്ങനാശ്ശേരി എന്ന്? ഞാൻ പറഞ്ഞു, അതെ. അപ്പൊ അദ്ദേഹം ഓടി ഡോക്ടറെ എടുത്ത് ചെല്ലുന്നു. ഡോക്ടർ ചങ്ങനാശ്ശേരി നാളെ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പപ്പ എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു വന്നിട്ട് കാണാം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ചർച്ചിലെ 2 സഹോദരങ്ങളുണ്ടായിരുന്നു. ഒരു ശീലാസ് എന്ന് പറയുന്ന ഒരു അങ്കിളും സോമൻ എന്ന് പറയുന്ന ഒരു അങ്കിളും. അവർ 2 പേരും തിരുവനന്തപുരം സ്വദേശികളാണ്. അവർ 2 പേരും ഉണ്ട്. അവരിൽ ഒരാൾ എൻ്റെ കൂടെ വന്നു. മമ്മിയുടെ പേര് ചോദിച്ചു, അഡ്രസ്സ് ചോദിച്ചു. ഞാൻ അതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് തിരികെ വരാന്തയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ പപ്പയുടെ സ്നേഹിതനായ ബേബി തോമസ് ഫാസ്റ്ററും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 വിശ്വാസികളും അവർ ആക്ച്വലി പപ്പയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നതാണ്, വൈകിട്ട് ആഹാരമൊക്കെ ആയിട്ട്.
അങ്ങനെ വന്ന സമയത്താണ് ഈ എൻ്റെ വിവരങ്ങൾ അറിയുന്നതും എന്നെ വിളിക്കുന്നതും വീട്ടിൽ വിളിച്ച് പറയുന്നതും ഒക്കെ. പക്ഷെ ഞാൻ ആ സമയത്ത് ബസ്സിലായിരുന്നുകൊണ്ട് എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ ചെന്ന് ആശുപത്രിയുടെ വരാന്തയിൽ നിൽക്കുമ്പോൾ ഇവർ 3 പേരും എന്നെ അടുത്ത് നിർത്തിയിട്ട് എന്നോട് പറയുകയാണ്, മോനെ മോർച്ചറി വെക്കാൻ ഒക്കത്തില്ല, നമുക്ക് എത്രയും വേഗം പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് പപ്പ മരിച്ചോ എന്ന് ചോദിച്ചു. പറഞ്ഞു 10:30 ആയപ്പോൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കൈ തരികയാണ് എന്ന് പറഞ്ഞിട്ട് താൻ മരിച്ചു എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഇവര് പെട്ടെന്ന് രണ്ടുപേരും അങ്ങ് പോയി. കാരണം ഇവര് ഒത്തിരി ഹറിയായിരുന്നു. കാരണം പപ്പ 10:30 ആയപ്പോൾ മരിച്ചു, ഈ ഡോക്ടർ പറയുന്നത് മോർച്ചറിലേക്ക് മാറ്റണം. ഇവരുടെ കയ്യിൽ ആരുടെയും കയ്യിൽ പൈസ ഇല്ല. പപ്പയെ യാത്ര അയക്കാനായിട്ട് വന്നതാണ് ഒരാൾ, അതില് ശീലാസ് എന്ന് പറയുന്ന ആള്. അദ്ദേഹം ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ എന്റെ പപ്പ അദ്ദേഹത്തോട് പറഞ്ഞു, ശീലാസ് ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഇനി വരുമ്പോൾ വന്നാൽ മതി, കാരണം പപ്പ ചെന്ന് കഴിഞ്ഞാല് ഒരു 10 രൂപ സ്വത്രാഴ്ച കൊടുക്കാനില്ല എന്നുള്ളതിന്റെ പേരിലാണ് അദ്ദേഹം പറയുന്നത് വരണ്ടാന്ന്. വീട്ടിൽ ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ പാസ്റ്റർ വരുന്നു എന്ന് പറഞ്ഞു എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം വൈഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യിച്ചാൽ കുറച്ച് നാളികേരമൊക്കെ പുതുക്കി നമുക്കൊരു വാഴക്കൊല്ലയും വെട്ടി കുറച്ച് കെട്ടി പാസ്റ്റർക്ക് കൊടുത്തു വിടാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതെല്ലാം തയ്യാറാക്കി വെച്ചു. അവിടെ ചെന്നിട്ട് പപ്പ മീറ്റിംഗ് ആരാധന കഴിഞ്ഞിട്ട് നേരെ ആ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് ഈ ശീലാസ് എന്ന് പറയുന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്നെ ആയൂര് വരെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. അപ്പോ അച്ഛൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ നെടുമങ്ങാട് വരെ വരാം, കാരണം അദ്ദേഹത്തിന്റെ വണ്ടിക്കൂലിയില്ല. അപ്പൊ പറഞ്ഞു, അച്ഛൻ ഞാൻ വണ്ടിക്കൂലി തരാം, എന്നെ ആയൂര് വരെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. പക്ഷെ ആ ദിവസങ്ങളിലെ സന്ദേശങ്ങളൊക്കെ പപ്പയുടെ ശുശ്രൂഷയിലെ സന്ദേശങ്ങളിൽ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, ഇന്നേക്ക് 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചില വാർത്തകൾ കേൾക്കും, നിങ്ങൾ ആരും ദുഃഖിക്കരുത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇദ്ദേഹം യാത്ര അയക്കാനായിട്ട് നെടുമങ്ങാട് വന്നു. നെടുമങ്ങാട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ആയൂര് ബസ് കണ്ടു. അതിലേക്ക് പപ്പയെ കയറ്റി ഇരുത്തിയിട്ട് യാത്ര പറഞ്ഞ് അദ്ദേഹം പോയി. യാത്ര പറഞ്ഞ് അദ്ദേഹം പോയതിനു ശേഷമായിട്ട് അദ്ദേഹത്തിന് ബസ് വരാൻ വെയിറ്റ് ചെയ്തു. ലേറ്റ് ആയതുകൊണ്ട് അദ്ദേഹം ഒന്നും കൂടെ പപ്പ ഇരുന്ന ബസ് പോയോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം വരുമ്പോ കണ്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചു, താൻ എന്ത് മനുഷ്യനാണ്, താനെ ഈ സുഖമില്ലാത്ത ആളെ ഒറ്റയ്ക്കാക്കിയിട്ട് താൻ ഇതിലേ പോയതാ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ട്രിവാൻഡ്രത്ത് വന്നതാ, ചങ്ങനാശ്ശേരിക്കാരനാണ്, ഞാൻ അദ്ദേഹത്തെ യാത്ര അയക്കാൻ വന്നതാണ്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ നെടുമങ്ങാട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അദ്ദേഹം എത്തിക്കുന്നു. അതിനുശേഷം അവർ പറയുന്നത് സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അങ്ങനെ ഈ ശീലാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്റെ പിതാവ് വഴിയിൽ കിടന്ന് മരിക്കായിരുന്നത്. കാരണം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു, അതൊരു ദൈവത്തിന്റെ നീതിയായിരുന്നു. എനിവേ ട്രിവാൻഡ്രത്ത് എത്തി. രാത്രിയിൽ പാസ്റ്ററും ബേബി തോമസ് എന്ന് പറയുന്ന ഗ്ലാസ് അദ്ദേഹം കഴിഞ്ഞ 2022 അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഉണ്ട്, കൂടെ വേറൊരു സഹോദരനുണ്ട്. ഇവര് 3 പേരും എന്നെ ഈ മരണവാർത്ത അറിയിച്ചിട്ട് ഇവർ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കാൻ പോകുന്നു. കാരണം ഡോക്ടർ പറയുന്നുണ്ട് ബോഡി മോർച്ചറിലേക്ക് മാറ്റണം. ഇവരുടെ കയ്യിൽ ആരുടെയും പണം ഇല്ലാത്തത് കൊണ്ട് ഇവർ അതിന് തയ്യാറാകുന്നില്ല. തന്നെയല്ല, പിറ്റേ ദിവസം ബോഡി വിട്ടിരിക്കണമെങ്കിലും ഒരു ടൈം ആകും, സൂപ്രണ്ട് വരണം, ഒരുപാട് കേസസ് ഉണ്ട്. അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഞാൻ ചെല്ലുന്നു എന്ന് അറിഞ്ഞത് കൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് പോരാനായിട്ടുള്ള ശ്രമത്തിലാണ്. പക്ഷെ ഇവരെന്നോട് ഈ വാർത്ത പറഞ്ഞിട്ട് ഇവരങ്ങ് പോകുകയാണ്. കാരണം ഇവര് റഷ് ചെയ്യുക, കാരണം എങ്ങനെയെങ്കിലും ബോഡി മോർച്ചറി കയറ്റാതെ പോരണം എന്നുള്ളതാണ്. ഞാൻ ആശുപത്രിയുടെ വരാന്തയിൽ ഒറ്റയ്ക്ക് നിൽക്കുക. എന്റെ അടുത്ത് നിന്നിട്ട് എന്നോടൊന്നും എന്താ പറയാ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ സാരമില്ല എന്ന് പറയാൻ ആരുമില്ല. അതേക്കാൾ ഉപരിയായിട്ട് എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, 6 സഹോദരിമാർ, അമ്മ, ആർക്കും ജോലിയില്ല, ആർക്കും ഒരു രൂപ വരുമാനമില്ല, സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു വീടില്ല, 1 സെന്റ് ഭൂമിയില്ല. സുവിശേഷ നിമിത്തം അപ്പന്റെ വീട് വിട്ടു, അമ്മയുടെ വീട് വിട്ടു. അന്ന് ഞങ്ങൾ 14ാമത്തെ വീട് വാടകയ്ക്ക് താമസിക്കുക. എനിക്ക് അന്ന് 19 വയസ്സ് പ്രായമുള്ളൂ. എന്റെ മൂത്തത് 3 സഹോദരിമാർ, ഇളയവരും 3 സഹോദരിമാർ. ആരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. പപ്പയുടെ പേരിൽ 1 രൂപ സമ്പാദ്യമില്ല, മമ്മിയുടെ പേരിലില്ല. ആ ആശുപത്രിയുടെ വരാന്തയിൽ വെച്ച് എന്റെ മനസ്സിൽ വന്ന ചിന്ത, എങ്ങും എത്താത്തൊരു കുടുംബം, മുന്നോട്ട് നോക്കിയാലൊന്നുമില്ല, എങ്ങനെ ജീവിക്കും? ഇത്രയും പേര് പപ്പ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞങ്ങൾ എല്ലാവരും 3 നേരവും ശരിയായ രീതിയിൽ ആഹാരം കഴിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ആകെ ആശ്രയം ഉണ്ടായിരുന്ന പിതാവും കൂടി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെ എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചു.
എനിക്കാണെങ്കിൽ വാവിട്ട് കാരണമൊന്നുണ്ട്, പക്ഷെ എല്ലാവരും നല്ല ഉറക്കത്തില്ല. രാത്രി 1 മണിയായി. ആശുപത്രി എന്ന് പറയുന്നത് 1-ാം വാർഡ് എന്ന് പറയുന്നത് അരഭിത്തിയായി. ഇന്ന് എനിക്കറിയില്ല എങ്ങനെയാന്ന്, പക്ഷെ ഓപ്പൺ ആയിട്ടുള്ള ഹാഫ് ഓപ്പൺ ആയിട്ടുള്ളതായ ഭിത്തി ആയതുകൊണ്ട് എനിക്ക് വാവിട്ട് കാരണമൊന്നുണ്ട്, പക്ഷെ എനിക്ക് കാണാനും പറ്റുന്നില്ല. ആരും എൻ്റെ അടുത്തില്ല എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും. ആ സമയം ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുന്നത്, നിന്നെ ഒറ്റയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഞാൻ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ആക്ച്വലി ഈ 1 മാസമായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആ ഒരു ദൈവശബ്ദം എന്നെ ഒത്തിരി ബലപ്പെടുത്തി. അത് തന്നെയല്ല, ഞാൻ അവിടെ വെച്ച് ഒന്ന് തളർന്നു വീഴുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ഞങ്ങൾ അന്ന് താമസിക്കുന്ന എവിടെയാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. കർത്താവിനെ ബലപ്പെടുത്തി. അവിടുന്ന് ഞങ്ങൾ ഏകദേശം രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ ഡെഡ് ബോഡി ആംബുലൻസ് കയറ്റി ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് വരികയാണ്. അപ്പോ എന്റെ കയ്യിൽ ആകെപ്പാടെ ഉണ്ടായിരുന്നു 120 രൂപയിലെ ടിക്കറ്റും പോയി ഓട്ടോ ചാർജും പോയിട്ടുള്ള ബാക്കി പണം. അതിനിടയിൽ കൊട്ടാരക്കര എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. അപ്പൊ ആ സമയത്ത് എന്നോട് ബ്രേക്ക്ഫാസ്റ്റ് എന്നോട് ചോദിക്കുന്നത്, മോനെ ആംബുലൻസിന് കൊടുക്കാൻ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ ചിന്ത മെഡിക്കൽ കോളേജിലെ വണ്ടിയല്ല, അത് ഫ്രീ ആയിരിക്കും, എനിക്കറിയില്ല ചാർജ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര രൂപയാകും? പറഞ്ഞു 1500 രൂപ മേളിലാകും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു കർത്താവ് കരുതും. അങ്ങനെ ഞങ്ങൾ രാവിലെ 4:30 ആയപ്പോ വീട്ടിൽ വരുമ്പോ ഞാൻ വീട്ടിൽ വന്ന് കയറുന്നു. ആ സമയത്തിന് മമ്മിയും സഹോദരിയും ആരും ഒക്കെ. എന്റെ ഒരു ചിന്ത ഇവരറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. കാരണം ഇന്നത്തെ പോലെ മൊബൈൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഇതിനിടയ്ക്ക് ലാൻഡ് ഫോണിൽ സംസാരിച്ചു ഒന്നും ഞാൻ അറിഞ്ഞില്ല. 10:30 ആയപ്പോ പപ്പ മരിക്കുന്നു. ആ സമയത്ത് തന്നെ ഇവര് വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു. തൊട്ടടുത്തുള്ള വീട്ടിൽ ഫോൺ വരുന്നു. അവിടുത്തെ അങ്കിളെ എന്ന് വീട്ടില് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനോട് പറയുന്നു, മോളെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഫോൺ നമ്പർ ഇതാ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താ അങ്കിളെ, എന്താ കാര്യം പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പപ്പ മരിച്ചു പോയി. അപ്പൊ ഞാൻ അറിയുന്നതിന് മുമ്പ് ഇവർ അറിഞ്ഞിരുന്നു, പക്ഷെ ഇവരറിഞ്ഞു എന്നുള്ള വിവരം ഞാനും അറിയുന്നില്ല. എന്റെ ചിന്ത മുഴുവനും ഞാൻ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ്. പക്ഷെ രാവിലെ വീട്ടിൽ വന്ന് കയറുമ്പോൾ എന്നോട് മമ്മിയും സഹോദരിമാരും ചോദിക്കുന്ന ഒരു ചോദ്യം, മോനെ നമുക്കിനി ആരുണ്ട് എന്നുള്ളതാണ്. കാരണം സുവിശേഷ നിമിത്തം ഒരുപാട് ഒറ്റപ്പെട്ടു. അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. മമ്മിയുടെ വീട്ടുകാരുമായിട്ട് ആരും സഹകരണത്തിലല്ല, മീൻസ് മമ്മിയുടെ വീട്ടിൽ നിന്ന് ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. പിന്നെ ഇത്രയും സഹോദരിമാര്, ഞാനൊരാണ്. ഞാൻ അന്ന് ഡിഗ്രി ഫൈനൽ ഇയർ ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിക്കുകയാണ്. എനിക്ക് 1 വർഷം കൂടെ കോഴ്സ് പൂർത്തീകരിക്കാനുണ്ട്. ഇതിനിടയിൽ ഇത്രയും വലിയൊരു കുടുംബം പോറ്റണം. വാടക, അന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത് ഭവനത്തിന് 550 രൂപ വാടകയാണ്. കിണറുള്ളത് കൊണ്ട് വെള്ളം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വിലക്ക് വാങ്ങണം. അങ്ങനത്തെ ഒരു സമയം. രാവിലെ വീട്ടിൽ വന്ന് കയറുമ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം, മോനെ നമുക്കിനി ആരുണ്ട്? പരിശുദ്ധാത്മ എന്നെ ഒത്തിരി ബലപ്പെടുത്തി. ഞാൻ അമ്മയോടും സഹോദരിമാരോടും പറഞ്ഞൊരു വാക്കിതാ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയാണ്. ഞാൻ അവരെ ആശ്വസിപ്പിച്ചെങ്കിലും എന്റെ മനസ്സിൽ ഒത്തിരി തേക്കം ഉണ്ടായിരുന്നു. കാരണം ഇനി എങ്ങനെ മുന്നോട്ട് പോകും, വലിയൊരു ഉത്തരവാദിത്വം. അതിനിടയിൽ അതിനേക്കാളും വലിയ വേദനിക്കുന്ന വിഷയങ്ങളാണ് അന്നുണ്ടായത്. കാരണം അവിടെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും, രാവിലെ 4:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയതാ. 8 മണി ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ അയൽപക്കത്തുള്ളവരെല്ലാവരും ചേർന്ന് വീടിന്റെ വാതിൽക്കൽ പന്തലിടുകയാണ്. ആ സമയത്ത് ഗ്രാൻഡ് ഫാദർ വരിക, പപ്പയുടെ ഫാദർ വന്നേച്ച് എന്നോട് ചോദിക്കാം, ഡെഡ് ബോഡി കൊണ്ടുവരാൻ നിന്നോട് ആരും പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പ മരിച്ചെന്ന് അറിഞ്ഞല്ല ഞാൻ പോയത്, പപ്പക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇത്രയും തന്നെ ചെയ്തില്ലേ, ബാക്കി നീ തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോകുകയാണ്. മൂത്ത മകനാണ്. മകന്റെ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബോഡി അകച്ചിരിക്കുകയാണ്. അപ്പോ വന്ന് ഈ വീടിന്റെ വാതിക്കല് പന്തലിടുന്നവരൊക്കെ ചോദിച്ചു, ഇതാരാ വന്നെന്ന് ചോദിച്ചു. അപ്പൊ ആരോ അറിയാവുന്നവർ പറഞ്ഞു, പാസ്റ്റർ ഫാദർ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു അപ്പച്ചൻ ഇങ്ങനെ വായ പൊത്തി, അയ്യോ എന്നാലും ഒരു മകനല്ലേ, ഒരു നോക്ക് കാണാതെ പോയല്ലോ. ആക്ച്വലി സുവിശേഷത്തോടുള്ളതായ ഒരു എതിർപ്പാണ്. അപ്പോ അദ്ദേഹം അത് പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കോൾ വരികയാണ്, നിങ്ങൾ അടക്കിക്കൂ, ഞങ്ങൾക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞു. അതിന്റെ കാരണം വരുന്നതല്ല, ഡെഡ് ബോഡി അവിടെ കൊണ്ടുചെല്ലണം എന്നൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു, പക്ഷെ ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളതാണ്. എന്തായാലും പാസ്റ്റേഴ്സ് ഒക്കെ ഇടപെട്ട് എന്നോട് പറഞ്ഞു, മോനെ
നിനക്ക് ഇത്രയും പെങ്ങന്മാരാണ്, നാളെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാം ഉള്ളൂ, അതുകൊണ്ട് നീ അങ്ങ് സമ്മതിക്ക്, നമുക്ക് അവിടെ വരെ കൊണ്ടുപോകാം. ശരിയാകട്ടെ. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക് ബോഡി കൊണ്ടുപോവുകയാണ്. ട്രിവാൻഡ്രത്തു നിന്ന് മരിച്ചിട്ട് കൊണ്ടുവന്നൊരു ഡെഡ് ബോഡി ചങ്ങനാശ്ശേരി പിന്നെ കോട്ടയത്ത് കൊണ്ടുപോയി, കോട്ടയത്ത് നിന്ന് തിരിച്ച് മല്ലപ്പള്ളി കൊണ്ടുവന്ന് അടക്കി. അടക്കമെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഗ്രാൻഡ് ഫാദറും പാപ്പന്മാരെല്ലാവരോടും വന്നിച്ച് ചോദിക്കുന്നു, നീ ഇനി എങ്ങനെ ജീവിക്കൂടാ? ഞാൻ പറഞ്ഞു, ഇതുവരെ ദൈവം ഞങ്ങളെ നടത്തി, ഇനി മേല ദൈവം ഞങ്ങളെ നടത്തും. അത് കേട്ടപ്പോ അവർക്ക് സന്തോഷമായി. അവരെല്ലാരും ഒന്ന് പോയി. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ജീവനോടെ ഇരിപ്പുണ്ടോന്നോ മരിച്ചോന്നോ അന്വേഷിക്കാൻ ആരും വന്നിട്ടില്ല. പക്ഷെ ദൈവം ഞങ്ങൾ അത്ഭുതകരമായി നടത്താൻ തുടങ്ങി. പപ്പ മരിച്ചു. അന്ന് 2000 ഡിസംബർ 31 മരണം സംഭവിക്കുന്നത്. 2001 ജനുവരി 1 വൈകുന്നേരം 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അടക്കമെല്ലാം കഴിഞ്ഞ് പിന്നീട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഏകാന്തത എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. അതിനേക്കാൾ ഉപരിയായി ഞാൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് അതിനേക്കാളും ഭയങ്കരം. കാരണം എനിക്ക് വീട്ടിലിരുന്ന് കരയാൻ പറ്റില്ല. എന്റെ മമ്മിയും എന്റെ സഹോദരന്മാരെ കാണുമ്പോൾ അവര് വിഷമിക്കും. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഇരുന്ന് കരയാൻ പറ്റില്ല. അതിന് ഞാൻ വഴിനീളെ കരയുമായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ആരോരുമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ വാവിട്ട് കരയുമായിരുന്നു. കാരണം എന്റെ സങ്കടം എനിക്ക് പറയാൻ ആരുമില്ല, ആരോടും ഷെയർ ചെയ്യാനാ. ഒത്തിരി വേദന എന്ന് വരുമ്പോ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചത് പാട്ടുകളാണ്. പാട്ടുകളോടൊപ്പം ദൈവം അതിനെന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു വാക്യത, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ കുറേനക്കാരനായ ശീമോൻ വയലിൽ നിന്ന് കയറി വരികയായിരുന്നു. പടയാളികൾ നിർബന്ധിച്ച് ഈ ശീമോനെ കൊണ്ട് തന്റെ ക്രൂശ് ഒപ്പിച്ചു. പക്ഷേ തിരുവഴുത്തിൽ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അലക്സാണ്ടറും രൂപോസും അവർ നിർബന്ധത്താൽ ക്രൂശ് ചുമന്ന ശീമോന്റെ മക്കളാണ്. എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞത് ഇങ്ങനെയാണ്, നിർബന്ധത്താൽ ഒരുവൻ ക്രൂശ് എടുത്തപ്പോൾ അവനെയും അവന്റെ സന്തതിയെയും ഞാൻ ഓർത്തെങ്കിൽ മനസ്സോടെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചവരുടെ തലമുറകളെ ഞാൻ മറക്കുമോ? ആക്ച്വലി അന്നും ഇന്നും എന്റെ ഏറ്റവും വലിയ ബലം അതായിരുന്നു. കാരണം അവയെ കുറിച്ച് എനിക്ക് നല്ലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. കാരണം പലയിടത്തും കടന്നു പോകുന്നിടത്തൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു അതുപോലെ പറയുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാ പലയിടങ്ങളിലും ഈ സ്വത്താഴ്ച പോലും കൊടുക്കാതെ പറഞ്ഞു വിട്ടിട്ടുള്ളത്, നടന്ന വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ജീവിച്ചിരുന്ന അത്രയും കാലം വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു. മരിക്കുന്ന സമയത്ത് എഴുന്നേറ്റിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കൈ തരികയാണ് എന്ന് പറഞ്ഞാണ് മരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ടും മരിക്കുന്നതിന് മുമ്പ്, അതായത് ട്രിവാൻഡ്രത്തിലേക്ക് യാത്രയാകുന്നതിന്റെ തലേ ദിവസം രാത്രി എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മോനെ എന്താ നിന്റെ പ്ലാൻ? ഞാൻ പറഞ്ഞു, പപ്പാ എനിക്ക് പഠിക്കണം. അപ്പം ഞാനൊന്ന് ഡിഗ്രി ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ അടുത്ത്? ഞാൻ പറഞ്ഞു എനിക്ക് MA പോകണം. എനിക്ക് ആക്ച്വലി ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ MA എടുക്കണം, MPhil എടുക്കണം, എന്നിട്ടൊരു പ്രൊഫസർ ആകണം എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, മോൻ പഠിക്കാവുന്നതിന് അത്രയും പഠിച്ചു, പക്ഷെ നീ കർത്താവിന്റെ വേല കൊള്ളാം. എന്നിട്ട് എന്നോട് ഇങ്ങനെയും കൂടെ പറഞ്ഞു, മോനെ ഞാൻ കർത്താവിന്റെ വേല ചെയ്തു, നീ അതിന്റെ പ്രതിഫലം വാങ്ങിക്കോ. ഞാൻ പറഞ്ഞു, പപ്പ കർത്താവിന്റെ വേല ചെയ്ത് പപ്പ വാങ്ങുക, ഞാൻ ചെയ്താൽ ഞാൻ വാങ്ങിച്ചോളാം. അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്ക് ഇപ്പൊ ഇത് മനസ്സിലാവില്ല, പിന്നീട് ഇത് മനസ്സിലാവുന്നു. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള അവസാനത്തെ കോൺവെർസേഷൻ. അതിനുശേഷം പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അങ്ങനെ പപ്പയുടെ മരണം കഴിഞ്ഞ് ഞാനിങ്ങനെ വഴിനീളേക്ക് നടക്കുമ്പോ ദൈവാത്മാവിനോട് ഇടപെടുമായിരുന്നു. ദൈവശബ്ദം ഞാൻ കേൾക്കുമായിരുന്നു. ആ ദൈവശബ്ദമൊക്കെ എന്റെ ജീവിതത്തിൽ ഒത്തിരി ബലമായി തീർന്നു. അനുഭവത്തിൽ വിളിച്ചത് ഒരുപാട് പാട്ടുകളും എഴുതാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. പലതും റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീടുള്ള ചിന്ത എന്ന് പറയുന്നത് എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് 7 മക്കളും അമ്മ അടങ്ങുന്ന 8 പേരടങ്ങുന്ന ഒരു കുടുംബം പോറ്റണം. എന്നെ സംബന്ധിച്ചുള്ള അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം 19 വയസ്സുള്ള ഒരാൾ 8 പേരടങ്ങുന്ന ഒരു കുടുംബം പോറ്റുക എന്ന് പറയുമ്പോൾ, ഞാനന്ന് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് എന്താ പറയാ, വേറെ തൊഴിലൊന്നുമില്ല. ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന കുറെ ട്യൂഷൻ എടുക്കുക. ഒപ്പം ഞാൻ കീബോർഡ് വായിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ കാലയളവിൽ രാവിലെയും വൈകിട്ട് ട്യൂഷന് പോവും, ട്യൂഷൻ പഠിപ്പിക്കാൻ പോകും. അതിനുശേഷം കീബോർഡ് വായിച്ചും പാട്ട് പാടുകയൊക്കെയാണ് ഞാൻ കുടുംബം പോറ്റിയത്.
ഒരു വശത്ത് പറയുമ്പോൾ പപ്പ മരിക്കുന്നതിന് മുമ്പേ ഇഷ്ടംപോലെ ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ദൈവനാമ ബോധത്തിനായിട്ട് പറയാം, പപ്പ മരിച്ചിട്ട് ഇന്ന് വരെ ഒരു നേരത്തെ ആഹാരത്തിന് ദൈവം മുട്ട് വരുത്തിയിട്ടില്ല. ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്നു. അതിനുശേഷം ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ടാസ്ക്. കർത്താവിന്റെ കൃപയാൽ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കി. സെക്കൻഡ് ഇയർ ഞാൻ എക്സാം എഴുതിയില്ല. എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാൻ മുമ്പ് അത് ഓർപ്പിച്ചിരുന്നു. ആ സമയങ്ങളിൽ സ്റ്റഡി ലീവിന്റെ ടൈമിൽ ഞാൻ കുറച്ച് വർക്കുകൾക്കൊക്കെ പോയി. അതുകൊണ്ട് എന്റെ സെക്കൻഡ് ഇയർ എനിക്ക് എഴുതാൻ പറ്റിയില്ല. തേർഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ സെക്കൻഡ് ഇയർ എഴുതാഞ്ഞതുകൊണ്ട് എന്റെ ഫസ്റ്റ് ഇയർ എനിക്ക് ലാപ്സ് ആയിപ്പോയി. അപ്പൊ തേർഡ് ഇയർ എനിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒരുമിച്ച് എഴുതേണ്ട ഒരു അവസ്ഥയായി. ആ സമയങ്ങളിൽ എന്റെ പഠനവും നടക്കുന്നില്ല. കാരണം രാവിലെ ട്യൂഷൻ എടുക്കണം, വൈകിട്ട് ട്യൂഷൻ എടുക്കണം. അതിനുശേഷം ചില സമയങ്ങളിൽ കീബോർഡ് വായിക്കാൻ, പാട്ട് പാടാൻ, കൺവെൻഷനുകൾക്കൊക്കെ പോകും. അതുകൊണ്ട് പഠിക്കാൻ എനിക്ക് സമയമില്ല. പക്ഷെ ഡിഗ്രി ഫൈനൽ ഇയർ നടക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങേക്ക് എന്റെ അവസ്ഥ അറിയാം. ഈ പ്രാവശ്യം ഈ എക്സാമിൽ ഞാൻ പാസ്സായില്ല എങ്കിൽ എന്റെ 3 വർഷം എനിക്ക് വെറുതെ ആവും. എനിക്ക് കൃപ തരണം. ഞാൻ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പേ 1 മണിക്കൂർ മാത്രം ബുക്ക് വായിച്ചിട്ട് ഞാൻ എക്സാം എഴുതി. ആ എക്സാം എഴുതാനുള്ള കാരണം വെച്ചാൽ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ബുക്കുകൾ മാറിപ്പോയി. അതിനുശേഷം സെക്കൻഡ് ഇയറിൽ എഴുതേണ്ട എക്സാം ആയതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് തേർഡ് ഇയർ ഞാൻ ആ ബുക്ക് തുറന്നു വായിച്ചിട്ടില്ല. പക്ഷെ തേർഡ് ഇയറിൽ എക്സാമിന്റെ ആ ഒരു ടൈമില് ഞാൻ ആ എക്സാം ഹോളിന്റെ വാതിക്കൽ ഇരുന്നിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഈ 1 അവർ ഞാൻ എന്ത് വായിക്കുന്നു അതെന്നെ ഗ്രഹിപ്പിക്കണം. എനിക്ക് ഈ എക്സാം എഴുതാനുള്ള കൃപ തരണം. കർത്താവിന്റെ കൃപയാലാണ് ഡിഗ്രി എനിക്ക് പാസ്സാകാനുള്ള അവസരം കർത്താവ് തന്നു. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയാണ്. കാരണം ഇന്ന് ഒത്തിരി പഠിത്തത്തെ കുറിച്ച് ഒത്തിരി ആവലാതിപ്പെടുന്നവരുണ്ട്. ഒത്തിരി പേര് അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പഠിക്കാൻ ഒത്തിരി മിടുക്കലല്ലായിരുന്നെങ്കിലും കർത്താവിന്റെ കൃപയാ. എനിക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് കർത്താവിന്റെ കൃപയാ. അത് എടുക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാറുണ്ട്. കാരണം എന്റെ കഴിവുകൊണ്ടോ സാമ്പത്തികം കൊണ്ടൊന്നുമല്ല, കർത്താവിന്റെ കൃപയാൽ ലഭിച്ചതാണ്. അങ്ങനെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അതിനോടിടയ്ക്കാണ് ഏറ്റവും മൂത്ത ചേച്ചിക്ക് അന്ന് 26 വയസ്സുണ്ട്. അപ്പം മരിക്കുമ്പോൾ ഏറ്റവും ഇളയ പെങ്ങൾക്ക് 8 വയസ്സുണ്ട്. എനിക്ക് 19 വയസ്സുണ്ട്. അപ്പൊ ഇതിനിടയിലുള്ള 2 പേർക്ക് ഏകദേശം 24, 21 പ്രായമാണ്. അങ്ങനെ ഈ 3 പേരെയും ഒരുമിച്ച് വിവാഹം ചെയ്ത് അയക്കാനായിട്ടുള്ളത് പ്രായമാണ്. ഇത്രയും പേരുടെ ആഹാരത്തിനുള്ള വക ഞാൻ കണ്ടെത്തണോ അതോ ഇവരെ വിവാഹം ചെയ്ത് അയക്കാനുള്ള കണ്ടെത്തണോ? എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം ആശ്രയിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദൈവത്തിന് അവരോട് ഇടപെട്ടു, നീ വിവാഹത്തിന് വേണ്ടി ചിന്തിക്കാൻ പോകുന്നു, അവരുടെ വിവാഹത്തിന് വേണ്ടി. അങ്ങനെ ഇവരുടെ വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കൃപയാൽ ഒപ്പം മരിച്ചിട്ട് 10ാമത്തെ മാസം 2 സിസ്റ്റേഴ്സിന്റെ വിവാഹ നിശ്ചയം ഒരു മുതല് നടക്കുകയാണ്, ഒക്ടോബർ 20. ഇതിനിടയിൽ വിവാഹ നിശ്ചയം ഞാൻ ആദ്യമായിട്ട് കാണുകയും നടത്തുകയും കൂടി ചെയ്യുക. ഒപ്പം ഈ എങ്ങനെ ഈ വിവാഹ നിശ്ചയം നടക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ റിലേറ്റീവ്സ് ആയിട്ടൊന്നും വലിയ ബന്ധമില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഈ എൻഗേജ്മെന്റിനൊന്നും കൂടിയിട്ടില്ല. അപ്പൊ ഞാൻ എൻഗേജ്മെന്റിന് ചെന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ ചർച്ചിലെ സെക്രട്ടറി വന്നിട്ട് ചോദിക്കുന്നത്, മോനെ എല്ലാരും വന്ന് നിൽക്കുക, അവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഞാനാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? അവരോട് നീയാ പറയണ്ടേ? എന്റെ അടുത്ത് നിന്നെ ആളുടെ മകൻ എന്നെ ആൾ വന്ന് എന്റെ സിസ്റ്ററെ കണ്ടുവരുന്നുള്ള അവരൊന്ന് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശുദ്ധ വാദിച്ചേക്കുന്നതാണ്. അങ്ങനെ ഞാൻ രണ്ടും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറി കൈമാറാനായിട്ട് നോക്കുമ്പോൾ ആരില്ല. അങ്ങനെ 19ാമത്തെ വയസ്സ് കല്യാണത്തിന് കുറി കൈമാറാനുള്ള ഭാഗ്യം കർത്താവിലേക്ക്. സത്യത്തിൽ അന്ന് ആ വിവാഹിച്ച് പങ്കെടുത്തവരെല്ലാം അതിശയിച്ചു പോയി. കാരണം ആരുമില്ലാതെ, പപ്പയില്ല, പപ്പയുടെ വീട്ടുകാരില്ല, മമ്മിയുടെ വീട്ടുകാരില്ല, ആരും ഇല്ലാതെ ഈ ഫംഗ്ഷനെല്ലാം കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തി. നവംബർ 5-നും 17-നുമായിട്ട് 2 പേരുടെ വിവാഹം നടത്തി. അതിനുശേഷം കർത്താവിന്റെ കൃപയാൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആന്ധ്രയില് കുറച്ച് നാൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് ഇറ്റാർസി കുരുതോമസിൽ പോയപ്പോൾ 8 മാസത്തോളം മ്യൂസിക് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കവേ പപ്പയുടെ അടുത്തൊരു സ്നേഹിതൻ AC ജോർജ്, അദ്ദേഹം അവര് ദുബൈയിലായിരുന്നു. അവര് പപ്പയെ ദുബൈക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് പപ്പയുടെ മരണം സംഭവിക്കുന്നത്. ദേവദാസനെ പപ്പയുടെ പേരെന്തോ ഒന്ന് പറഞ്ഞാൽ? പപ്പയുടെ പേര് ജോൺ ജോസഫ്. അങ്ങനെ പപ്പായെ കൊണ്ടുപോകാനായിട്ട് അവരെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവരെ കത്തെഴുതി അറിയിക്കുന്നത് ഒപ്പം മരിച്ചു.
അത് അവർക്ക് ഭയങ്കര ഒരു ഷോക്കായി പോയി. കാരണം അവരിങ്ങനെ പപ്പയെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് പപ്പയുടെ മരണവാർത്ത. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഒരു ദേവദാസനെ ട്രിവാൻഡ്രത്തുള്ള തുളസീധരൻ എന്ന് പറഞ്ഞ പാസ്റ്ററായി ഞങ്ങളുടെ വീട്ടിലേക്ക് വിടുന്നു. അദ്ദേഹം വന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു, അവരെ അറിയിച്ചു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ ഈ പാസ്പോർട്ട് എടുക്കണം, എത്രയും വേഗം നിന്നെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ക്രമീകരണം ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയാനില്ലേ. പക്ഷെ അതിനോട് ഇടയിൽ ഞാൻ കുറച്ച് നാൾ നാട്ടിലായിരുന്നു, ആന്ധ്രയിൽ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം HRC കുരുന്തോസിന്റെ കോളേജിൽ ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെ 2003 ഓഗസ്റ്റ് മാസം 18 ദുബൈയിലേക്ക് പോകാനുള്ള ഒരു അവസരം അവർക്ക് തന്നു. ഞാൻ AC ജോൺസ് എന്ന് പറഞ്ഞ ഫാമിലിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇപ്പോഴും എന്നെ ഒരു മകനും തുല്യം സ്നേഹിക്കുകയും ഞാൻ അവരെ അങ്ങനെ എന്റെ പേരൻസിനെ പോലെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത ഫാമിലിയാണ്. അവരുടെ ഭവനത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അവരെന്നെ അവിടെ കൊണ്ടുപോയി വിസിറ്റിലായിരുന്നു ഞാൻ ആദ്യം പോകുന്നത്. ഒരു ചെറിയ ജോലിക്ക് കയറി. അങ്ങനെ കൃപയാ 2003 മുതൽ ഞാനൊരു പ്രവാസിയായി. 2003 മുതൽ അവിടെ വർക്ക് ചെയ്തു. 2005 ആയപ്പോഴേക്കും എൻ്റെ നേരെ മൂത്ത സിസ്റ്റർ വിവാഹം കൂടെ നടത്തുന്നു. അന്ന് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എത്രയും നല്ല രീതിയിൽ സിസ്റ്ററുടെ വിവാഹം നടത്തണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. അങ്ങനെ 2005 എൻ്റെ നേരെ മൂത്ത സിസ്റ്ററുടെ വിവാഹം നടത്തി. അങ്ങനെ കൃപയാൽ മൂത്തവരുടെ 3 പേരുടെയും വിവാഹം നടന്നു. അതിനുശേഷം ഇളവർ 3 പേരുണ്ടായിരുന്നു. അതില് 2 പേര് നഴ്സിംഗ് പഠിച്ചു. ഒരാൾ BCA കമ്പ്യൂട്ടറും പിന്നെ അക്കൗണ്ടൻസി അതെല്ലാം പഠിച്ച് അങ്ങനെ പഠനത്തില് അങ്ങനെ കയറി വന്നു. ആ കാലയളവില് 2006 ആയപ്പോഴേക്കും ഞാൻ നാട്ടിലേക്ക് വരികയും 3 വർഷത്തെ ലീവ് കഴിഞ്ഞിട്ട് ആ സമയങ്ങളിലെല്ലാം ഞങ്ങള് വാടകയ്ക്ക് താമസിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ എന്റെ മനസ്സിലൊരു വലിയ ഭാരം ഉണ്ടായിരുന്നു. കാരണം മമ്മി സിസ്റ്റേഴ്സും കൊച്ചു പെങ്ങന്മാരാണ്. അവരും ഞാനില്ലാത്ത സമയത്ത് ഒരു വീട് മാറുക, ഒരു വാടക വീട് കണ്ടെത്തുക, അത് മാറുക എന്നൊക്കെ പറയുന്ന വലിയൊരു ടാസ്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചു ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങണം. അപ്പോ ആരോ ദുബായ് വെച്ച് എന്നോട് പറഞ്ഞു, ദുബായിലെ സാലറി സർട്ടിഫിക്കറ്റ് ആണ് ചെയ്യുന്നത്, നാട്ടില് ഫെഡറൽ ബാങ്കിൽ ലോൺ കിട്ടും. എനിക്ക് ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ബാങ്ക് മാനേജരോട് പറഞ്ഞു, ബാങ്ക് മാനേജരോട് എനിക്കൊരു ലോൺ വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ലോണൊക്കെ തരാം, എന്റെ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞു ലോണൊക്കെ തരാം. പക്ഷെ ബാങ്ക് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് വേണം. അതായത് ആധാരത്തിന്റെ കോപ്പി, പിന്നെ ആധാരം, കരമടച്ച രസീത്, ബാധ്യത സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ വേണം. ഇത്രയും കാര്യങ്ങൾ കൊടുക്കും. ഏത് വേണം നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുവിന്റെ ഇത്രയും ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന് ഞങ്ങൾ വന്ന് നോക്കി കാര്യങ്ങളെല്ലാം റെഡി ആണെങ്കിൽ ലോൺ തരാം. അങ്ങനെ 1 മാസത്തെ ലീവിന് ഞാൻ നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നപ്പോഴേക്കും എന്റെ വീട്ടിലടുത്ത് സഹകരിക്കുന്ന ഒരു ദേവദാസൻ അദ്ദേഹത്തിന്റെ കൂടെ വേറൊരു ദേവദാസനോട് ഞാൻ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നപ്പോ എന്നോട് ചോദിച്ചു, മോനെ വസ്തു ഒക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ പ്ലാൻ ഉണ്ടെന്നൊക്കെ കേട്ടല്ലോ, എന്തായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പക്ഷെ നോക്കുന്നു, ഒന്നും ആയില്ല, ഞാനിങ്ങനെ ബാങ്കിൽ സംസാരിച്ചായിരുന്നു, അവർ ലോൺ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടെ വന്ന ആ ദേവദാസന് ഞാൻ ആദ്യമായിട്ട് കാണും, വിനു വിശ്വ എന്ന് അദ്ദേഹത്തിന്റെ പേരും. അദ്ദേഹം മല്ലപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വെറുതെ ഇരിക്കുമ്പോൾ മല്ലപ്പള്ളിക്കൊക്കെ ഇറങ്ങ് എന്ന് എന്നോട് പറഞ്ഞു. ഞാനങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിയോഗം തന്നു, ഈ ദേവദാസൻ എന്ന് പോയി കാണാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഒന്നും ആയിട്ടില്ല, വസ്തു ഒക്കെ കണ്ടോ? ഞാൻ പറഞ്ഞു, വസ്തു ഒക്കെ നോക്കി, പക്ഷെ എല്ലാം നല്ല വിലയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ മനസ്സിൽ ചിന്ത, വസ്തു വാങ്ങി അതിന്റെ ലോൺ നിന്നിട്ട് എന്നാ ഒരു വീട് വെക്കണേ, അതുകൊണ്ട് വീടും വസ്തുക്കളുള്ളത് കിട്ടുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ബാങ്കുകാർ തരുമോ? ഞാൻ പറഞ്ഞ ബാങ്കുകാർ തരാമെന്ന് പറഞ്ഞു. സെയിം ഡോക്യുമെന്റ്സ് തന്നെ മതി, അവർ തരാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാര്യം ചെയ്യാം, അങ്ങനെ വീട് വല്ലതും കണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാ വണ്ടിയൊക്കെ ഇറങ്ങാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബൈക്കിൽ ഞങ്ങൾ 2 ആളും കൂടെ അങ്ങനെ പല വീടുകൾ പോയി കണ്ടു. അവസാനം ഒരു വീടിന്റെ വാതിൽക്ക് വന്നു. വന്നപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എന്നോട് ചോദിച്ചു, ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ വീടിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഇതിങ്ങനെ വിൽക്കാനാണെന്ന് പറഞ്ഞല്ലോ, എന്താ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹസ്ബൻഡ് ജോലിക്ക് പോയേക്കാം, അദ്ദേഹം വരട്ടെ, കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയി. വൈകുന്നേരം ആയപ്പോഴത്തേന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് 8 സെന്റ് സ്ഥലവും മറ്റുമുണ്ട്, 3.5 ലക്ഷം രൂപ വീടും 8 സെന്റ് സ്ഥലവും അങ്ങനെയാണ് എന്ന് പറഞ്ഞു, വിൽക്കാനാണ്. ഞാൻ ഇവരുടെ ഡോക്യുമെന്റേഷൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടക്കുക ഓരോ ദിവസവും ഒന്നും സക്സസ് ആവുന്നില്ല. ഈ പാസ്റ്റർ എന്നെ വിളിച്ച് ചോദിച്ചു, സാമ എന്തായി കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഇതൊന്നും പെട്ടെന്ന് ശരിയാവും തോന്നുന്നില്ല,
അതുകൊണ്ട് കേസ് ശരിയാകണത്തിന് പവർ ഓഫ് അറ്റോണി മമ്മിക്ക് കൊടുത്തിട്ട് ഞാനങ്ങ് പോകും, ഇനിയും ഒന്നൊരാഴ്ച എനിക്ക് ഉള്ളു തിരികെ പോകാനെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സാമിന്റെ എത്ര രൂപയുണ്ട്? ഞാൻ പറഞ്ഞു മാസ്റ്റർ എന്റെ പൈസ ഒന്നുമില്ല, ആകെപ്പാടെ ലീവ് സാലറി ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല, 40,000 രൂപ വല്ല കാണും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സാമിന്റെ ഉള്ള പണം ഇല്ല, ബാക്കി ഇട്ട് ഞാൻ വസ്തു വാങ്ങിച്ചു തരാം. ഇതെന്തോ എന്നെ ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യൻ, സെക്കൻഡ് ടൈമാണ് ഞങ്ങൾ തമ്മിൽ ഈ സംസാരം ഉണ്ടാകുന്നത്. എന്നെ ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യൻ, എനിക്ക് അറിയില്ല, അദ്ദേഹം എഴുത്തുകാരനാണെന്ന് അറിയത്തില്ല, എന്നെ അറിയില്ല, ഒന്നും അറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ശരി പാസ്റ്റർ. അപ്പൊ എന്റെ ഒരു സ്നേഹിതനുണ്ട് സാൻകുമാർ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സമയം ഒരു പക്ഷെ ദൈവപ്രവൃത്തിയായിരിക്കും, സാമം ഉള്ളത് കൊടുക്കുന്നു. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന പണമില്ല അദ്ദേഹത്തിന്റെ ഏൽപ്പിച്ചു. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബഹ്റിന് പോയി. അതിനുശേഷം ഞാനും 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും ദുബായിക്കാണ് പോയി. 1 മാസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തവരോട് പറഞ്ഞു സാമേ നമ്മൾ അടുത്ത ദിവസം ബസ് എഴുതാൻ പോവാണ്, അവരോട് ഞാൻ മാറാനൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മൊത്തം പണം കൊടുത്തിട്ട് ഈ വസ്തു എന്റെ പേരിൽ വാങ്ങി, ആധാരം എന്റെ പേരിൽ എഴുതി, വീട് അന്ന് പെയിന്റ് അടിച്ചു, പ്ലംബിംഗ് ചെയ്തു, വയറിങ് ചെയ്തു, എല്ലാം ചെയ്തിട്ട് ആധാരം എന്റെ മമ്മിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് എന്നെ ഫോൺ ചെയ്ത് വിളിച്ച് പറയുന്നത് എങ്ങനെയാണ്, സാമിനുള്ള കാലത്ത് ഈ പൈസ തന്നാൽ മതി. ആക്ച്വലി ഞാന് എന്താ പറയാ, കുറെ നാളത്തേക്ക് എനിക്ക് സ്വന്തമായ ഒരു വീടായി എന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കാരണം സ്വപ്നത്തിൽ സംഭവിക്കുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു മനുഷ്യൻ, ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യൻ, എന്തിന്റെ ബേസിലാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം അത് എന്റെ പപ്പയോടുള്ള ദൈവത്തിന്റെ നീതിയായിരുന്നു. കാരണം എന്റെ പപ്പ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നടന്ന് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം മല്ലപ്പള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ആ ഒരു നീതി എന്നോടുള്ള ബന്ധത്തിൽ ദൈവം അത് നിവർത്തിച്ചു. കാരണം ഞാൻ ഒരിക്കലും മല്ലപ്പള്ളിയിൽ വന്ന് താമസിക്കാൻ സാധ്യതയുള്ള ആളല്ല, ഒരിക്കലും. പക്ഷെ അത് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ ഞാൻ കഴിച്ച സ്ഥലത്ത്, ഞാൻ കഴിച്ച സ്ഥലത്ത് ദാവീദ് വട്ടം കൂട്ടിയിരുന്നിടത്ത് ശലോമോൻ യഹോവയ്ക്ക് ആലയം പണിതു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം പിതാവ് ഏറ്റവും കൂടുതൽ അധ്വാനിച്ച സ്ഥലത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. സത്യത്തിൽ അതിനൊക്കെ ദൈവം കാരണപ്പോതിന് അതിനെല്ലാം ദൈവം മുന്നേ പ്ലാൻ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ മല്ലപ്പള്ളിയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ദൈവം 2006 എനിക്ക് സ്വന്തമായൊരു വീട് തന്ന കാലം മുതലേ ഞാൻ വിചാരിച്ചു എനിക്ക് ഇളയത് 3 പേരാണല്ലോ, അതുകൊണ്ട് അവരുടെ വിവാഹം നടത്തണം, അതിനു മുമ്പ് എന്റെ വിവാഹം നടക്കണം എന്നുള്ള ചിന്തയിൽ ഞാൻ എന്റെ വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ 2011 ഞാൻ വിവാഹിതനായി. എന്റെ വൈഫിന്റെ വീട് തൃശ്ശൂരാണ്, തൃശ്ശൂര് ചാലക്കുടിയാണ്. അവരുടെ പേരൻസ് ഷാരോണിലെ പാസ്റ്ററാണ്. അവര് ആ സമയത്ത് പീരുമേടി ശുശ്രൂഷിക്കുന്ന സമയത്ത് വളരെ യാദൃശ്യമായിട്ട് വളരെ എന്താ പറയാ അത്ഭുതകരമാണ് ഞങ്ങളുടെ വിവാഹം. അതിനെ കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്, ഈ സമയം ഒന്നും പോരാന്ന് തോന്നുന്നു. വളരെ അത്ഭുതകരമായിട്ടാണ് കർത്താവിന്റെ കൃപയാൽ എന്റെ വിവാഹം നടക്കുന്നത്. അങ്ങനെ വിവാഹം നടന്നു. ദൈവം എനിക്ക് ജീവിത പങ്കാളിയെ തന്നു. നേഴ്സായിരുന്നു, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് ദുബായിലായിരുന്നു. വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ കൊണ്ടുപോയി. കൃപയാല് കർത്താവ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നു. ഇതിനിടയ്ക്ക് എൻ്റെ വൈഫ് നിഷയുടെ വരവായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എനിക്ക് ആശ്വാസമായി തീർന്നത്. ഞങ്ങൾ ദുബായിലെത്തിയതിനു ശേഷം എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ബൈബിൾ വായിക്കുമായിരുന്നു, ഓരോ അധ്യായം വെച്ച്. അങ്ങനെ ഉൽപ്പത്തി മുതൽ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഉൽപ്പത്തി 41:51 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം എന്റെ സകല കഷ്ടതയെ എന്റെ പിതൃഭവനത്തെ ഒക്കെയും എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തന്റെ ആദ്യജാതന് മനുഷ്യ എന്ന് പേരിട്ടു. ആ വാക്യം വായിച്ചപ്പോൾ എന്നെ അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അവിടെ വെച്ച് ബൈബിൾ റീഡിങ് നിർത്തി. എന്നോട് ചോദിച്ചാൽ എന്താ നിർത്തിയ? ഞാൻ പറഞ്ഞു, നമുക്ക് കർത്താവിന് ഒരു മോനെ തന്നു കഴിഞ്ഞാൽ അവന് ഈ പേരിടണം. ആക്ച്വലി ഇത് എന്റെ അനുഭവമായിരുന്നു. കാരണം ഞാൻ അനുഭവിച്ച, അല്ലെങ്കിൽ പപ്പയുടെ ഭവനത്തിൽ നിന്നൊക്കെ അനുഭവിച്ചതായ ആ വേദനകളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. ഒരു പക്ഷെ എന്റെ സകല കഷ്ടത എന്റെ പിതൃഭവനത്തെയൊക്കെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ ജോസഫ് തന്റെ ആദ്യജാതന് മനുഷ്യന് പേരിട്ട ആ ഒരു വാക്യം വായിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയും അന്ന് രാത്രിയിൽ വളരെ ആദൃശ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന്
ഒരു പാസ്റ്റർ, അന്ന് ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ ഒരു മീറ്റിംഗ് നടക്കുക. ആ മീറ്റിംഗിൽ വന്നേച്ച് ഞങ്ങൾ രാവിലെ ഈ വാക്യം വായിച്ച് പ്രാർത്ഥിച്ചു. അത് ഞാനും എൻ്റെ വൈഫും ദൈവം അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് വന്ന ആ പാസ്റ്റർ, ബിജു ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഈ ചർച്ചിലെ പാസ്റ്റർ. അദ്ദേഹം വന്ന് വളരെ ആദർശമായിട്ട് ഞങ്ങളുടെ ചർച്ചിലെ മീറ്റിംഗിനായിട്ട് വന്നതാണ്. വൈകിട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലെ ഭവനത്തിലെ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം വന്നു. അങ്ങനെ മീറ്റിംഗ് പ്രസംഗം എല്ലാം കഴിഞ്ഞ ശേഷം പലരോടും ഇങ്ങനെ ദൈവിക ആലോചന പറഞ്ഞു വന്നിട്ട് അവസാനം എന്റെ തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനത്തെയും ഒക്കെ മാറാക്കി എന്ന് പറഞ്ഞു ജോസഫ് തന്റെ ആദ്യ മനസ്സിൽ കേട്ടു. ആക്ച്വലി അന്ന് രാവിലെ ഞങ്ങൾ വായിച്ചതാണ്, അന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ്. പക്ഷെ അന്ന് രാത്രി ദേവദാസനിലൂടെ ആ ഒരു വാക്യത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ടുണ്ട്. ദൈവാലോചന പലതും പറഞ്ഞു. പക്ഷെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ കൺഫർമേഷൻ ആയി. അങ്ങനെ കൃപയാൽ ഞങ്ങൾക്കൊരു മോനെ കർത്താവ് ആദ്യമായിട്ട് തന്നു. പേര് മനുഷ്യൻ എന്നാണ്. അവനൊരു മ്യൂസിഷ്യനാണ്. ഇപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്വന്തമായിട്ട് പാട്ട് എഴുതും, കമ്പോസ് ചെയ്യും. അതിനേക്കാൾ ഉപരിയായിട്ട് അവന് ദൈവം ഒരു പ്രത്യേക ടാലന്റ് കൊടുത്തിട്ടുണ്ട്. അത് ആബ്സലൂട്ട് പിച്ച് എന്ന് പറയും. അതായത് 1 മില്യണിൽ ഒരാൾക്ക് ആ ഒരു ടാലന്റ് ഉള്ളൂ. ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് ശ്രുതിയാണെന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള കൃപ കർത്താവിനെ കൊടുത്തിട്ടുണ്ട്. അവനെ കുറിച്ചുള്ള ഇന്റർവ്യൂസ് XLTVയിലുണ്ട്, പൗരുഷനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹാസൻ കൊച്ചുമോനാന്തിരിത്ത് അദ്ദേഹം ഗുഡ് ന്യൂസിൽ എഴുതിയിരുന്നു. പിന്നെ എന്താ പറയാ, അനവധി സ്റ്റേജുകളിൽ കർത്താവിനെ ഉയർത്താൻ, കർത്താവിന് വേണ്ടി പാടാനൊക്കെ കർത്താവ് അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നന്നായിട്ട് പശ്ചാത്തല സംഗീതം ഒരുക്കും, വീഡിയോ എഡിറ്റ് ചെയ്യും. ഞങ്ങളുടെ അത്യാവശ്യമുള്ള പാട്ടുകളും എല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ്. 6ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതിന് ഇളയ 2 കുട്ടികളുണ്ട്. അവരും ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ സഹകരിക്കുന്നു. നമ്മുടെ XLBBSന്റെ ഒരു കിഡ്സ് ചർച്ച് എല്ലാ ശനിയാഴ്ചയും നടക്കുന്നുണ്ട്. അവർ മൂത്തവർ 2 പേരുമാണ് വർഷിപ്പ് ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ കുഞ്ഞുങ്ങളും ഞാനും ഇവിടെ നാട്ടിലാണ്. വൈഫ് ഇപ്പോഴും ദുബായിലാണ്, നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തി. അതിനുശേഷം എന്റെ ഇളയവർ 3 പേരെ വിവാഹം ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. എല്ലാവരും കർത്താവിന്റെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഒരു ഫാമിലി അവര് കർത്താവിന്റെ വേലയിലാണ്. മൂത്തവരിൽ ഒരാൾ കർത്താവിന്റെ വേലയിലാണ്. പിന്നീട് ഒരാൾ സൗദിയിൽ ജോലി ചെയ്യുന്നു, ഒരാൾ മസ്കറ്റിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ കൃപയാൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തുന്നു. എന്നാൽ ഈ പറഞ്ഞു വരുമ്പോ ഒരു പാസ്റ്റർ മകൻ അല്ലെങ്കിൽ ഒരു പാസ്റ്ററേജിൽ വളർന്ന ഒരാൾ എന്നുള്ള നിലയിൽ ജീവിതത്തിലുണ്ടായ ഒത്തിരി അനുഭവങ്ങൾ ഒരിക്കലും സുവിശേഷ വിലയോട് താല്പര്യം ഇല്ലാത്ത രീതിയിൽ തന്നെ ആക്കി. കാരണം ഞാൻ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം മുഖാന്തരം ഞാൻ ബൈബിൾ എടുത്ത് തലയിൽ വെച്ച് സത്യം ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഒരു പാസ്റ്റർ ആവില്ല. പക്ഷേ അതിന് കാരണമുണ്ട്. കാരണം ഞാൻ പാസ്റ്റേഴ്സിന്റെ മക്കൾ അനുഭവിക്കുന്ന വിഷമം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വിഷമം തന്നെയാണ്. കാരണം മറ്റുള്ളവരെ പോലെ സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, ഞങ്ങൾ പറഞ്ഞാൽ കുറ്റം, ഞങ്ങൾക്ക് ഡ്രസ്സ് നല്ലത് ഇടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞ ഇതിനോട് വിരക്തി ഉണ്ടായി. പക്ഷെ പിന്നീട് ദൈവം എന്നോട് നേരിട്ട് ഇടപെടുകയും ദൈവം എന്നെ ഉപയോഗിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണിത്. കാരണം ഞാൻ 2003 മുതൽ 2012 വരെ ജോലി ചെയ്തു. 2012 മുതൽ ദുബായിൽ ബിസിനസ് ചെയ്തു. ബിസിനസ് ചെയ്യുമ്പോഴെല്ലാം എന്റെ മനസ്സിലെ ആഗ്രഹം കിട്ടുന്നത് നല്ലൊരു ഓഹരി കർത്താവിന്റെ വേലക്ക് കൊടുക്കണം, ബാക്കി എന്താ പറയാ ജീവിത ചുറ്റുപാടുകളുമായിട്ട് അങ്ങനെ പോകണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിച്ചൊരു ചോദ്യം, അനുസരണം കേട്ട നിന്റെ പണം എന്റെ വേലയ്ക്ക് ആവശ്യമുണ്ടോ? ആക്ച്വലി എന്നെ ദൈവത്തിന് ആവശ്യം, പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടുന്നതിന് നല്ലൊരു ഓഫരി ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തോളാം. അങ്ങനെ ഞാൻ ദുബായ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവശബ്ദം കേട്ടത്. 2018 ഞാൻ ബിസിനസ്സും അന്ന് അവിടെ ചർച്ചിന്റെ മിനിസ്ട്രി ഉണ്ടായിരുന്നു, അതെല്ലാം വിട്ടിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ 2018 നാട്ടിൽ വന്നു. എന്നാൽ 2020 പിന്നെയും തിരികെ ഒന്നും കൂടെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് പക്ഷേ ദൈവത്തിന്റെ ഒരു പ്രത്യേക കരുതലായിരുന്നു. കാരണം കൊറോണയുടെ സമയം, കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് ദുബായിലായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലും ദൈവം ഒത്തിരി അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തി. അതിനുശേഷം 2021 സെപ്റ്റംബർ മാസം നാട്ടിലേക്ക് ഞാൻ വരാനിടയായി. നാട്ടിൽ വന്നു. അപ്പോഴും ഒരു പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായിട്ടുള്ള ഒരു സമർപ്പണത്തോടു കൂടിയാണ് ഞാൻ വരുന്നത്. ആദ്യം ബൈബിൾ കോളേജ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നീട് ഒരു മിനിസ്ട്രി ആരംഭിച്ചു. കോട്ടയം കാരിത്താസ് സ്പേസ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ അത് 2 ചർച്ചുകളുടെ സ്ഥാപനമായി. എന്നോട് ചേർന്ന് 4 ദിവാസന്മാര് കർത്താവിന് വേല ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല ചർച്ചുകളിൽ പ്രദേശങ്ങളിൽ
ഞങ്ങളെ അയക്കുന്നു. കർത്താവ് അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്യിക്കുന്നു. ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ശുശ്രൂഷകളുള്ള ബന്ധത്തിലും പറയാറുണ്ട്. പക്ഷെ എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് എന്നെ കർത്താവിന്റെ വേലയിലേക്ക് തിരിച്ചത് തിരുവഴുത്തിന്റെ ഒരു വേദഭാഗമാണ്. വെളിപ്പാട് ദാനിയേൽ പ്രവചന പുസ്തകം 12-5 ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും അനേകരെ നീതിയിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയും എന്നേക്ക് ശോഭിക്കും. ആക്ച്വലി കർത്താവിലേക്ക് തിരിക്കുക, നീതിയിലേക്ക് തിരിക്കുക എന്ന് പറയുന്ന ആ ഒരു കർത്തവ്യം അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷ ഏറ്റവും മഹത്തരമാണ്. ഞാനെപ്പോഴും നാട്ടിൽ ഇവിടെ വന്നതിന് ശേഷം ഞാനെപ്പോഴും വൈഫിനോട് പറയും, ദുബൈയില് നല്ലൊരു ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു ലാഭം കിട്ടുന്നതിനേക്കാളും വലിയൊരു സന്തോഷം ഒരു വ്യക്തി വിടുവിക്കപ്പെടുമ്പോ, അതായത് ശുശ്രൂഷയിലൂടെ വിടുവിക്കപ്പെടുമ്പോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ വൈഫിനോട് പറയും, ഇച്ചിരൂടെ നേരത്തെ കർത്താവ് വേലക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം അയക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം ശക്തമായിട്ട് അനേകരുടെ വിടുതൽ ഉദ്ധാരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഇച്ചിരൂടെ നേരത്തെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനൊരു കാര്യം കൂടെ പ്രത്യേകിച്ച് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ പറയാൻ സമയത്തിന് കടന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സമയമുണ്ട് ദേവദാസൻ സംസാരിച്ചു. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ മക്കളിൽ അനവധി പേരും ഇന്ന് ആ ഒരു ശുശ്രൂഷയ്ക്കോ അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യാനോ താല്പര്യമില്ലാത്തതായി മാറാറുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, എന്നോട് ദൈവം സംസാരിച്ച ആ ഒരു വചനം, നിർബന്ധത്താൽ ഒരുവൻ ക്രൂശെടുത്തപ്പോൾ അവനെയും അവന്റെ സന്തതിയെയും ദൈവം ഓർത്തെങ്കിൽ മനസ്സോടെ കർത്താവിന്റെ വേല ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ തലമുറയെ ദൈവം മാർക്കുമോ. അതുകൊണ്ട് തന്നെ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ തലമുറകളെ കുറിച്ച് ഓർക്കുന്ന ദൈവമാണ്. കാരണം തിരുവഴുത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഒരു ദിവസം ദാവീദ് അകത്ത് കടന്ന് അറയിൽ കടന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ നീ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാനും എന്റെ കുടുംബവും എത്തുള്ളൂ. ആക്ച്വലി അവിടെ പറയുന്ന ഭാഗം എന്ന് പറയുന്നത്, ദാവീദ് ഒരു ആലയം പണിയാൻ, ദൈവത്തിന് ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. അപ്പോൾ നാഥാൻ പ്രവാചകൻ വന്നിട്ട് പറയുക, നീ അത് പണിയില്ല, നിന്റെ മകനായിരിക്കും പണിയുന്നത്. ആക്ച്വലി ദാവീദ് അവിടെ ദൈവത്തിന് നന്ദി പറയാ, കാരണം ഞാനത് ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ ദൈവത്തിന് എന്റെ മകനെ കൊണ്ട് ചെയ്യിക്കാൻ താല്പര്യം തോന്നിയല്ലോ, ഇഷ്ടം തോന്നിയല്ലോ. അത് ഓർത്തിട്ടാ ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവമേ നീ എന്നെ എത്രത്തോളം കൊണ്ടുവരാൻ ഞാനും എന്റെ എന്തുള്ളൂ. ആക്ച്വലി തന്റെ ആലയത്തെ കുറിച്ച് ദാവീദ് ചിന്തിക്കുമ്പോ ദൈവം ചിന്തിക്കുന്നത് ദാവീദിന്റെ തലമുറയെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരുതും. ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോ എന്നെ പലയിടങ്ങളിൽ ചെല്ലുമ്പോൾ എന്നെ അറിയപ്പെടുന്നത് മനുഷ്യരുടെ ഫാദർ എന്നാണ്. കാരണം മോനെ എല്ലാവർക്കും അറിയാം. അതായത് പലയിടങ്ങളിൽ ഇപ്പോ എനിക്ക് തോന്നുന്നത് ഡിവോഷണൽ ഫീൽഡില് പലർക്കും അവനെ കുറിച്ച് അറിയാം. അപ്പോ അവൻ ത്രൂ ആണ് ഞാനിപ്പോ അറിയപ്പെടുന്നത്. പിതാക്കന്മാർക്ക് പകരം ഇരിക്കുമെന്ന് അപ്പത്തിന്റെ സംഘത്തിൽ പറയുന്നത് പോലെ ദൈവം ആദരിക്കുന്നതിന്റെ ഒരു കാരണം അത് തന്നെയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണല്ലോ, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ഞാൻ 1000 തലമുറ വരെ ദയ കാണിക്കും. അതുകൊണ്ട് നാം കർത്താവിന് വേല ചെയ്താൽ നിശ്ചയമായിട്ടും തലമുറകളെ ദൈവം ഓർക്കുകയും ആദരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ പാസ്റ്റേഴ്സിന്റെ മക്കൾ പോലും അത് സുവിശേഷ വേലയ്ക്ക് താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, മറ്റെല്ലാ ജോലിയെക്കാളും ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു വേലയാണ് സുവിശേഷ വേല. അത് പിന്നെ നമുക്ക് ജോലിയോടൊപ്പം ചെയ്യാം, ഫുൾ ടൈം ചെയ്യാം. ഫുൾ ടൈം ഒരു മിനിസ്ട്രിക്കുള്ള കോളിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. അല്ല, നമുക്ക് ജോലിയോടൊപ്പവും കർത്താവിന്റെ വേല ചെയ്യാം. വേല ആയിരുന്ന സമയങ്ങളിൽ ഒക്കെ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ അനേക ക്യാമ്പുകളിൽ പോയി സുവിശേഷം പറയും. ആ ക്യാമ്പുകളിൽ പോയി സുവിശേഷം പറഞ്ഞ് പലരും രക്ഷിക്കപ്പെട്ടു. ഇന്ന് പലരും പാസ്റ്റർമാരാണ്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ജോലിയോടൊപ്പവും കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയും. പക്ഷെ പലർക്കും വേലയ്ക്ക് വിളിയുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം വിട്ടിട്ട് ജോലി എല്ലാം വിട്ടിട്ട് കർത്താവിന്റെ വേല, അങ്ങനെയുള്ള ചിന്താഗതികളുള്ള ആളുകളും ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കർത്താവിന്റെ വേലക്കുള്ള വിളി ഫുൾ ടൈം ആണെങ്കിൽ മാത്രം നമ്മൾ ഫുൾ ടൈം ഇറങ്ങിയാൽ മതി. അല്ലാത്തടത്തോളം കാലം നമുക്ക് ജോലിയോടൊപ്പം കർത്താവിന്റെ വേല നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് വിളിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലെ പോയാലും സക്സസ് ആകത്തില്ല എന്നുള്ളതല്ല, നമുക്ക് ജോലിയോടൊപ്പം. ഇപ്പൊ ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് അദ്ദേഹം ഒരു പ്രവാചകനാണ്, യേശു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം 127 സംസ്ഥാനങ്ങളായിട്ട് ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ
ഭണ്ഡാരത്തിന് നഷ്ടം വരാതിരിക്കേണ്ടത് 3 അധ്യക്ഷന്മാരെ വെച്ചിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ദാനിയേൽ. പക്ഷെ അദ്ദേഹം ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ദർശനങ്ങൾ കാണുകയും പാടുകൾ കാണുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പം നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത്. നിശ്ചയമായിട്ടും ഈ കാലഘട്ടങ്ങളിലെ കർത്താവിന്റെ വേലക്കായിട്ട് അനേകരെ ഇറങ്ങണം. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മയുടെ കാരണം അപ് ടു സം എക്സ്റ്റെന്റ് അല്ല, ഏറ്റവും കൂടുതൽ എന്റെ പിതാവ് കർത്താവിന്റെ വേല ചെയ്തതിന്റെ നന്മയാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും നമ്മൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ തലമുറകളെയും ദൈവം ആദരിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന മല്ലപ്പള്ളിയിലാണ്. മല്ലപ്പള്ളി ശാരോൺ ചർച്ചിൽ മെമ്പർഷിപ്പിലാണ് ഞങ്ങൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഞാൻ ഒന്ന് ഓർപ്പിച്ചതുപോലെ കാരിത്താസിൽ ഇപ്പോൾ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ടീമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ ഫിലദൽഫിയ ചർച്ചിന്റെ ഒരു താൽക്കാലിക ശുശ്രൂഷകനായിട്ട് തിരുവല്ലയിൽ ആയിട്ട് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇപ്പോ വൈഫ് ദുബായ് വർക്ക് ചെയ്യുന്നുണ്ട്. അവളും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. മക്കളിപ്പോ ഞങ്ങളോട് കൂടെയാണ്. എന്റെ മമ്മി ഇപ്പോഴും ഉണ്ട്. മമ്മിയാണ് കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ 3 പേരാണ്. മൂത്താൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 4ൽ പഠിക്കുന്നു, ഇളയാൾ 1ൽ പഠിക്കുന്നു. കർത്താവ് ഞങ്ങളെ അതിശയകരമായും അത്ഭുതകരമായും നടത്തുന്നു. ദൈവം വിശ്വസ്തൻ. എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഈ ലോകത്തിലെ ഒരു ശ്രേഷ്ഠത മാന്യത എന്നതിനേക്കാൾ അപ്പുറമായി നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതിന് ഒരു പ്രതിഫലം സ്വർഗത്തിലുമുണ്ട്. സ്വർഗത്തിൽ ആ പ്രതിഫലം ഉള്ളപ്പോൾ തന്നെ ഈ ഭൂമിയിലും ദൈവം തലമുറയായി ദയ കാണിക്കുകയും തലമുറയായി വിശ്വസം കാണിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് സുവിശേഷ വേലക്കാരോടും സുവിശേഷ വേലക്കാരുടെ മക്കളോടും എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എന്റെ അനുഭവത്തിൽ എന്നെ നടത്തിയ ദൈവം, എന്റെ പേർ പകരപ്പെട്ട അഭിഷേകത്താൽ എന്നെ നിലനിർത്തിയ ദൈവം എല്ലാവരെയും നടക്കുവാൻ ശക്തം തന്നെയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറമാണ്. ഞാൻ അത് പിന്നെയും ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ വചനങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുമാണ് ആക്ച്വലി എല്ലാ സാഹചര്യത്തിലും എന്നെ ബലപ്പെടുത്തിയത്. എഫെസർ 3:20 പറയുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിനേക്കാളും നിലയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നത്. നമ്മളൊരു ഫാൻ വാങ്ങി വെച്ചതുകൊണ്ട് അതിനകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാതെ അത് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ഉപകരണമാണ്. പക്ഷെ നമ്മുടെ മേൽ ദൈവത്തിന്റെ ആ ഒരു ശക്തി വരുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മള് ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തികൾ കഴിയും. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ അല്പം പ്രായം വെച്ച് തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ മൂത്ത ആൾക്ക് ഒരു 10 വയസ്സായപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഇവനെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. എന്റെ 2 കുഞ്ഞുങ്ങളും മൂത്ത 2 കുഞ്ഞുങ്ങളും അഭിഷേകത്താൽ നിറഞ്ഞവരാണ്. അതായത് ദൈവമായിട്ട് അവരൊരു വ്യക്തിപരമായ ബന്ധത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവ് അവർ ഉപദേശിക്കും. ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടുന്നതും അത് തന്നെയാണ്, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം. കാരണം എന്റെ 19ാമത്തെ വയസ്സിൽ എന്നെ നിലനിർത്തിയത് പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ പലരും വായിക്കുന്നത് പോലെ മകൻ അപ്പനോട് അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ കാല് കൊടുക്കുമോ, മീൻ ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചു കഴിഞ്ഞാൽ തിരളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ ഉത്പാദിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവിനെയും തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയും പ്രത്യേകം ഞാൻ എടുത്തു പറയുക. കാരണം ഈ കാലഘട്ടങ്ങളിൽ അതിനും പ്രാധാന്യം കൊടുക്കുന്നില്ല. പലരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിലേക്ക് പലരും നയിക്കപ്പെടുന്നില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ തലമുറകൾ നിറയപ്പെടുമ്പോൾ നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാൾ ഉപരിയായി, നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി 4:26 കർത്താവ് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവെ, ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മുടെ തലമുറകളും ആ ഒരു അനുഭവത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരാനായിട്ട് സർവ്വമാനമായ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം കർത്താവിന് ദാസന് ദൈവം നൽകിയത് അനേകർക്ക് പ്രയോജനമായി തീരുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി
നമ്മെ ബലപ്പെടുത്തുന്നത്, നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, നമ്മെ വഴി നടത്തുന്ന ഹല്ലേലൂയ ആ ശക്തിയെക്കുറിച്ച് കേൾക്കുവാനും അതെങ്ങനെ കർത്താവിൻ്റെ ദാസനെ പണിഞ്ഞെടുത്ത് കൊണ്ടുവന്നു എന്ന് ഇന്ന് ഏത് നിലയിലാക്കിയിരിക്കുന്നു, തലമുറയോട് ഉള്ള ബന്ധത്തിലും അതനുഭവിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ദാസനെ കർത്താവ് ഇടയാക്കിയിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞു എന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു. കൊച്ചിലെ ഹല്ലേലൂയ കുഞ്ഞു പിള്ളേർ ഹല്ലേലൂയ. ഇന്ന് അനേകരെ ദൈവദാസൻ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കാവുക കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നടത്തുന്നു. വലിയ കഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രിയ മൂത്ത കുഞ്ഞിനെ 3 പേർക്കും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കൃപകൾ കൊടുത്തവരെ നടത്തട്ടെ, കുടുംബമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനൊന്ന് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധി ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ജോയ്സ് ടിവിയുടെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ അടിയന്റെ അനുഭവങ്ങളും പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയും അവർ ഒറ്റപ്പെട്ടു, ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേലാഴമായി പകരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നേതൃത്വം കൊടുക്കുന്ന ദാസിക്കായി പിന്നീട് പ്രവർത്തിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവെ, ഈ നാളുകളിൽ അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാൻ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ, ഒപ്പം മനുഷ്യപുത്രം മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന ചോദ്യം പോലെ കർത്താവ് അനേകരുടെ വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവെ, വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രേക്ഷകരെ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ശക്തി അവരിൽ ഓരോരുത്തരിലും അവിടുന്ന് പകർന്ന് കർത്താവെ, അവർ ഒറ്റപ്പെട്ട മേഖലകളിൽ അവർ തകർന്നു പോയി എന്ന് ചിന്തിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ അത്യന്ത ശക്തിയാൽ അവർ നിറയ്ക്കുകയും ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ അവിടെ സഹായിക്കണമേ. എവിടെയായിരുന്നാലും വിശ്വസ്തരായി നിന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി അനേകരെ നേടിയെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതം മുഖാന്തരം അനേകർ യേശുവിനെ കണ്ടെത്തുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം. കർത്താവ് മുഖാന്തരം അനേകർ യേശുവിനെ അറിയുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ആത്മീയ വർധനയ്ക്കും വിശ്വാസത്തിന്റെ ഉറപ്പിനും ഈ അനുഭവങ്ങളൊക്കെ മുഖാന്തരമായി മാറേണ്ടതിന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്ക് പ്രാർത്ഥിപ്പാൻ, കളുപരിയായ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ഇടയാക്കണം. അവിടുത്തെ ആത്മാവിനാൽ പിന്നെ ഞങ്ങൾ നിറച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തണം. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ദേവദാസനെ കർത്താവ് സഹായിക്കട്ടെ.